ഹായ് ഹലോ മക്കളെ, വെൽക്കം ടു ന്യൂട്ടൻസ്. എടാ മക്കളെ, എല്ലാവരും റെഡിയാണോ എക്സാമിന് വേണ്ടിയിട്ട്? അപ്പൊ ചോദിക്കും, മിസ്സേ ഏത് എക്സാമാ എന്ന് ചോദിക്കോ? ഇല്ല, മക്കൾക്ക് എല്ലാവർക്കും അറിയാം ഏതാ എക്സാം. നമ്മുടെ ഇംഗ്ലീഷ് എക്സാം ആണ് നാളെ മക്കൾക്ക്, അല്ലേ? അപ്പൊ മിസ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ലാസ്റ്റ് മിനിറ്റ് ഒരു റിവിഷൻ കൊണ്ട് മിസ്സ് വന്നിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ന്യൂട്ടൻസിലെ മക്കൾ മാത്രമല്ല, പിന്നെ നമ്മുടെ യൂട്യൂബ് മക്കൾസ് ഓൾസോ നമ്മുടെ ഈ ലൈവില് ജോയിൻ ചെയ്യുന്നുണ്ട് മക്കളെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സിന്റെ വക ഓൾ ദി ബെസ്റ്റ്. ആൻഡ് മക്കളെ, നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് ആയിട്ട് ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ മിസ് തരാൻ പോവാണ്. ആ ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്താൽ മക്കൾ പിന്നെ പവർ ആയിരിക്കും, ഫുൾ മാർക്ക് ആയിരിക്കും ഇംഗ്ലീഷ്. റെഡി ആണെങ്കിൽ എല്ലാ മക്കൾസും മിസ്സിനെ നോക്കിയിട്ട് മിസ് ഡബിൾ തംസ് അപ്പ് മിസ്, വി ആർ റെഡി മിസ് എന്ന് വേഗം ഒന്ന് പറഞ്ഞേ. മിസ്സിന് എല്ലാവരും ഒരു ഡബിൾ തംസ് അപ്പ് തന്നേ. അപ്പൊ യൂട്യൂബ് മക്കൾസ് പറയും, മിസ്സേ ഞങ്ങൾ ഡബിൾ തംസ് അപ്പ് മാത്രം തന്നാൽ മതിയോ, എക്സ്ട്രാ ഞങ്ങൾ ഒരു ആപ്പിൾ തരട്ടെ മിസ്സേ എന്ന് ചോദിക്കുന്നുണ്ടോ? തന്നോളൂ. മിസ്സിന് വേണ്ടിയിട്ട് എല്ലാ മക്കൾസും കമന്റ് ബോക്സിൽ ഒരു ന്യൂട്ടന്റെ ആപ്പിൾ ഇട്ടേടാ, കാണട്ടെ നിങ്ങളുടെ പവർ. നിങ്ങളൊന്ന് കാണിച്ചേടാ വേഗം. മിസ്സിന് വേണ്ടിയിട്ട് ന്യൂട്ടന്റെ ആപ്പിൾ ഇങ്ങനെ ഇട്ടോ. അതേ വരുന്നു ന്യൂട്ടന്റെ ആപ്പിൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ മിസ്സിന് ഫുൾ പവർ ആയി, മിസ് ഫുൾ പവർ ആയി, മക്കൾസ് എല്ലാം ഫുൾ പവർ ആയി. റെഡി ആണല്ലോടാ? റെഡി ആണല്ലോ? നമ്മുടെ ഇംഗ്ലീഷ് എക്സാം നമ്മൾ തൂക്കാനായിട്ട് പോവാണ്. ഓക്കെ ആണേ? സെറ്റ് ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോദിക്കും, മിസ് നാളത്തെ എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് മിസ് എന്ന് ചോദിക്കോ നിങ്ങള്? ചിലവര് ചോദിക്കും, ചിലവര് പറയും ഞങ്ങൾക്ക് എല്ലാം അറിയാം മിസ് എന്ന്. അപ്പൊ ചോദിക്കുന്ന മക്കൾസിന് വേണ്ടിയിട്ട് മിസ് ദേ പറയുന്നു മിസ്. എല്ലാവരും ഒന്ന് സ്ക്രീനിലേക്ക് നോക്കിയേ. ഏതൊക്കെയാ ചാപ്റ്റേഴ്സ് വരുന്നത് നമുക്ക് നാളത്തെ എക്സാമിന്? ഏതൊക്കെയാ വരുന്നത്? എല്ലാവരും വേഗം ഒന്ന് നോക്കിയേ. ദ കിസ്സിംഗ് ഹാൻഡ്. ഓർമ്മയുണ്ടോ ചാപ്റ്റർ? ഓർമ്മയുണ്ടോടാ ചാപ്റ്റർ? ദ കിസ്സിംഗ് ഹാൻഡ് വരുന്നുണ്ട് നമുക്ക്. പിന്നെ ഏത് ചാപ്റ്ററാ വരുന്നേ? എ ഫ്രണ്ട്. എ ഫ്രണ്ടിന് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? ഫ്രണ്ടിന് ഓർമ്മയുണ്ടല്ലോ നിങ്ങള്? അത് പറഞ്ഞപ്പോഴാ മിസ് ഒരു കാര്യം ഓർത്തത്. ഏതാ? നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫുൾ മാർക്സ് വാങ്ങിക്കണ്ടേടാ. നമ്മൾ നല്ല ഫ്രണ്ട് അല്ലേ, ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നമ്മള്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഈ ലൈവിന്റെ ലിങ്ക് ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. എന്നിട്ട് പറഞ്ഞേ, ദേ അവിടെ ന്യൂട്ടൻസില് ഒരു അടിപൊളി ക്ലാസ് കിടക്കുന്നുണ്ട് മക്കളെ, വേഗം കയറി കണ്ടോന്ന്. ഗുഡ് ഫ്രണ്ട്സ് ആയിട്ടുള്ള മക്കളൊക്കെ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. വേഗം ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കൊടുത്തോ, വേഗം കൊടുത്തോളൂ കേട്ടോ. കൊടുത്തിട്ട് ഓടി വന്നാൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയാനുള്ളതാണ്. ഓക്കെ ആണോ? യെസ്. അപ്പൊ എ ഫ്രണ്ട് നമുക്ക് പഠിക്കണം. പിന്നെന്താ? നെക്സ്റ്റ് ചാപ്റ്റർ ദ ഡോട്ട്. ഓർമ്മയുണ്ടോ നമ്മുടെ വഷ്ടിയുടെ ചാപ്റ്റർ ദ ഡോട്ട്? ഓർമ്മയുണ്ടല്ലോ? യെസ്, അതും നമ്മൾ സെറ്റ് ആണ്. നെക്സ്റ്റ് ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്. നമ്മുടെ ട്രെയിനിന്റെ ഒരു ചാപ്റ്റർ വരുന്നുണ്ട്, ഓർക്കുന്നുണ്ടോ? ഒരു ഹെൽപ്പ് ചോദിക്കുന്ന ലിറ്റിൽ ട്രെയിനിനെ കുറിച്ച് ഓർക്കുന്നുണ്ടല്ലോ? അതും സെറ്റ് ആണ്. ലാസ്റ്റ് ചാപ്റ്റർ ആണ് റെയിൻ ഇൻ സമ്മർ എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. അതൊരു പോമാണ്. അതും മക്കൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്നാണ് മിസ് തോന്നുന്നത്. ഇത്രയും ഓക്കെ ആണോ? ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് മനസ്സിലേക്ക് ഒന്ന് റീകളക്ട് ചെയ്തേടാ. കൊണ്ടുവന്ന് കിസ്സിംഗ് ഹാൻഡിൽ ആരാണ്? ചെസ്റ്റർ ആണ്, മിസ്സിസ് റെക്കൂൺ ആണ്. ഓർക്ക് ഫ്രണ്ടിൽ എന്താ പറയുന്നത്? ഫ്രണ്ടിന്റെ ക്വാളിറ്റീസ് ആണ് പറയുന്നത്. ദ ഡോട്ടിൽ ആരാണ്? ഡോട്ടിൽ വഷ്ടിയാണ്. ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡിൽ ആരാണ്? ട്രെയിനിന്റെ സ്റ്റോറിയാണ്. ആൻഡ് റെയിൻ ഇൻ സമ്മറിൽ എന്താണ്? റെയിനിനെ കുറിച്ചുള്ള പോമാണ്. ഓർമ്മയിലേക്ക് വന്നല്ലോ? എല്ലാം ഓർമ്മയിലേക്ക് വന്നല്ലോ? അപ്പൊ നിങ്ങൾ ചോദിക്കും, മിസ്സേ ഇങ്ങനെയാണ് ചാപ്റ്റേഴ്സ്, പക്ഷെ എക്സാമിന് എങ്ങനെയാ മിസ്സേ ക്വസ്റ്റ്യൻസ് വരുന്നേ? മിസ് പറഞ്ഞുതരാം എങ്ങനെയാ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന്. മക്കളെ എല്ലാവരും നോക്കിക്കോ. ഇങ്ങനെയായിരിക്കും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. എങ്ങനെ? ഫസ്റ്റ് നിങ്ങൾക്ക് വരുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. അതായത് ഒരു പോമോ ഒരു പാസേജോ തരും, അത് നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ആൻഡ് അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് മക്കൾ ആൻസർ എഴുതണം. റെഡി അല്ലേ? റെഡി ആണല്ലോ? നിങ്ങൾക്ക് എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റും, ആൻസർ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. പറ്റിയില്ലെങ്കിൽ മിസ് ഇപ്പൊ ഹെൽപ്പ് ചെയ്ത് തരാം. എങ്ങനെ എഴുതണം എന്ന് മിസ് പറഞ്ഞു തരാം. ആൻഡ് സെക്കൻഡ്, നമ്മൾ എല്ലാവർക്കും ഗ്രാമർ ടോപ്പിക് അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മിസ്സേ ഗ്രാമർ ഞങ്ങൾക്ക് ടെൻഷനാ മിസ്സേ. പേടിക്കണ്ട, മിസ് പഠിപ്പിച്ചു തരാം ഗ്രാമറിൽ എന്താ വരാൻ പോണേന്ന്. മിസ് ഇപ്പൊ പഠിപ്പിച്ചു തരാം കേട്ടോ. ആൻഡ് ലാസ്റ്റ് വൺ, ഡിസ്കോഴ്സസ്. അപ്പൊ നിങ്ങൾ ഡിസ്കോഴ്സസോ? അതെന്താ? ഡിസ്കോ അല്ല. ഡിസ്കോഴ്സസ് മീൻസ് എന്താടാ? റൈറ്റിംഗ് സെഷൻ ആണ്. റൈറ്റിംഗ് സെഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്കോഴ്സസ്. നിങ്ങൾക്ക് എന്തൊക്കെയാ എഴുതാനുള്ളേ? അതും മിസ് പറഞ്ഞുതരാം, ആരും പേടിക്കണ്ട കേട്ടോ. അപ്പൊ ഈ 3 കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് എക്സാമിൽ വരുന്നത്. ഓക്കെ ആണല്ലോ? വായിച്ചുത്തരം എഴുതണം, ഗ്രാമറിൽ നിന്ന് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ടാവും, പിന്നെ എഴുതാനായിട്ടുണ്ടാകും. എല്ലാവരും റെഡി ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വൺ റീഡിംഗ് കോംപ്രിഹെൻഷനിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ ആണല്ലോടാ? യെസ്. സെറ്റ് ആണെങ്കിൽ മിസ്സിന്റെ കുറച്ച് എനർജി കുറഞ്ഞു. എല്ലാവരും മിസ്സിന് എന്ത് തരാ? കുറച്ച് ആപ്പിൾ വീതം ഇങ്ങനെ ഇങ്ങനെ വേഗം ആപ്പിൾ തന്നെ. മിസ് എനർജി വെക്കൂ, വേഗം മിസ്സിന് ആപ്പിൾ തന്നെ.
യെസ് 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 നമ്മുടെ ന്യൂട്ടൻസ് മക്കൾ മിസ്സിന് ഡബിൾ തംസ് അപ്പ് തന്ന് മിസ്സിനെ എനർജി ആക്കൂ. യെസ്, എല്ലാവരും റെഡിയാണ്, സെറ്റ് ആണേ. മിസ്സേ വേഗം റീഡിംഗ് കോംപ്രിഹെൻഷൻ സ്റ്റാർട്ട് ചെയ്യ് എന്നല്ലേ പറയുന്നേ. ദേ പിടിച്ചോ റീഡിംഗ് കോംപ്രിഹെൻഷൻ. യെസ്, കണ്ടോ ഒരു കൊച്ചിരുന്ന് എഴുതുകയാണ്. എന്താണ് എഴുതുന്നത്? വായിച്ചിട്ട് ഉത്തരം എഴുതുകയാണ് മക്കളെ. നമുക്ക് ഈ കൊച്ചിനെ പോലെ നിർത്താതെ എഴുതണ്ടേ? യെസ്, അങ്ങനെയാണെങ്കിൽ ദേ വരുന്നു ഒരു പോമാണ് മിസ് തന്നിരിക്കുന്നത്. നിങ്ങൾക്കൊന്നില്ലെങ്കിൽ പാസേജ് വരും, അല്ലെങ്കിൽ ഒരു പോം വരും. ഇത് വായിച്ചിട്ട് ആൻസർ ചെയ്യണം. ഇതിനെയാണ് നമ്മൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. മക്കൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. യെസ്, അപ്പൊ മിസ്സിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ മക്കളെ, റീഡിംഗ് കോംപ്രിഹെൻഷൻ തന്നു കഴിഞ്ഞാൽ ആദ്യം തന്നിരിക്കുന്ന പോം വായിക്കണോ ക്വസ്റ്റ്യൻസ് വായിക്കണോ? വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ആദ്യം എന്ത് വായിക്കണം? വേഗം ഒന്ന് കമന്റ് ചെയ്തേ. പോം ഓർ ക്വസ്റ്റ്യൻസ്? പോം ഓർ ക്വസ്റ്റ്യൻസ് എന്ത് വായിക്കണം? യെസ് 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 യെസ്, കറക്റ്റ്. കുറെ പേര് പറയുന്നുണ്ട് മിസ്സേ ഒരു അടിപൊളി ടെക്നിക്ക് എന്താണ്? ക്വസ്റ്റ്യൻസ് വായിക്കണം. വെരി ഗുഡ് മക്കളെ. നമുക്ക് ഈ പോം വായിച്ചെടുക്കാൻ കുറച്ച് സമയം എടുക്കും അല്ലേ? അപ്പൊ നമ്മുടെ എക്സാമിന്റെ അത്രയും ടൈം പോവാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു ടെക്നിക്ക് എന്താണെന്നറിയോ? നേരെ പോയിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കണം. ഓക്കെ ആണോ? നേരെ പോയിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കണം. അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ, ആ ബ്രെയിനിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കയറി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ പോം വായിക്കണം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് പോത്തിൽ നിന്ന് ആൻസർ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ആ ടെക്നിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ? റെഡി ആണോ? സെറ്റ് ആണോ? യെസ്, സെറ്റ് ആണെങ്കിൽ ഗിവ് മീ ഡബിൾ തംസ് അപ്പ്. ഓക്കെ, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വേഗം നോക്കിക്കോളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, what kind of activities do the speaker and his friends enjoy doing together? നമ്മുടെ സ്പീക്കറും ഫ്രണ്ട്സും എന്ത് ആക്ടിവിറ്റി ആണ് അവിടെ എൻജോയ് ചെയ്ത് നിൽക്കുന്നത്? അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. എന്ത് ആക്ടിവിറ്റി ആണ് അവർ എൻജോയ് ചെയ്യുന്നതെന്ന് ആ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ വെച്ചോളൂ. യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ, what does the line with kindness shining from the heart say about friends? അപ്പൊ ഇതിലൊരു ലൈൻ ഉണ്ട്, with kindness shining from the heart എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ദേനാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ലൈൻ. ആ ലൈനിന്റെ അർത്ഥം എന്താണ്? അതെന്താണ് ആ ലൈൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഫ്രണ്ട്സിനെ കുറിച്ച് ആ ലൈൻ എന്താണ് പറയുന്നത്? ആ ക്വസ്റ്റ്യനും മനസ്സിൽ വെച്ചോളൂ. ഓക്കെ ആണോ? ആൻഡ് നെക്സ്റ്റ്, what is the emotion expressed in the poem? ഈ പോയത്തിലെ ഇമോഷൻ എന്താണ്? ദേഷ്യമാണോ, ആങ്കർ ആണോ, ജോയ് ആണോ, ഫിയർ ആണോ, സർപ്രൈസ് ആണോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ നിങ്ങളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, you and your friends have so much fun together. Write one of the fun things you enjoy doing together. മക്കളെ, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും കുറേ കാര്യങ്ങൾ ചെയ്യാറില്ലേ ഒരുമിച്ച്? എൻജോയ് ചെയ്യുന്ന ഫൺ ആയിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനത്തെ ഒരു കാര്യം എഴുതാനാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? 4 ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ചു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ വേഗം ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? പറഞ്ഞു. യെസ്, ഈ പോയത്തിൽ എന്താണ് ഈ പോയത്തില് നമ്മുടെ സ്പീക്കർ ചെയ്യുന്ന ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്യുന്ന ആക്ടിവിറ്റി ഏതാണെന്നാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ എന്തിലേക്ക് പോവാണ്? പോയത്തിലേക്ക് പോവാൻ. എല്ലാവരും ഇനി 1 ടൈം ആ പോം വായിച്ചേ. 1 ടൈം. ഫ്രണ്ട്സിനെ കുറിച്ചുള്ള പോമാണെന്ന് നമുക്ക് മനസ്സിലായി. ദേ ടൈറ്റിലിൽ കിടക്കുന്നു, ഫ്രണ്ട്സ് ഫോർ എവർ. ഓക്കെ, ഫ്രണ്ട്സിനെ കുറിച്ചുള്ള പോമാണ്. അപ്പൊ നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? We play on swings and the slide on grass, take funny selfies, share our joys. We watch cartoons and the dance around and laugh until we fall to the ground. Okay ആണേ? അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ മക്കളെ? എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോകാം. നോക്കിക്കോ, സ്പീക്കർ ഫ്രണ്ടിന്റെ കൂടെ ചെയ്ത് എൻജോയ് ചെയ്യുന്ന ആക്ടിവിറ്റി ഏതാണ്? അവർ പറയുന്നുണ്ട് റീഡിങ് ബുക്സ്, ഡൂയിങ് ഹോംവർക്സ്. അതാണോ ഇതിൽ പറയുന്നത്? ഫ്രണ്ടിന്റെ കൂടെ ചെയ്യുന്നത് ബുക്ക് വായിക്കുമെന്നോ ഹോംവർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടോ? പറയുന്നേ ഇല്ല. അപ്പൊ ഇത് തെറ്റാണ്, ഇതല്ല. സെക്കൻഡ് വൺ, കുക്കിംഗ് ആൻഡ് ഗാർഡനിങ്. ഒന്ന് നോക്കിയടാ, ഇതിൽ കുക്കിങ്ങിനെ കുറിച്ച് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? കുക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടോ? നോക്കിയേ, കുക്ക് ചെയ്യുന്നതിനെ കുറിച്ച് എങ്ങും പറയുന്നില്ല. അതുമല്ല, അടുത്തത് പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് വാച്ചിങ് കാർട്ടൂൺസ്. അപ്പൊ നമുക്ക് ഇതെവിടെയോ കേട്ട പോലെ ഉണ്ടല്ലോ. കറക്റ്റ് ആണ്, നോക്കിക്കോളൂ. പ്ലേ ഓൺ സ്വിങ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ മിസ്സേ കാർട്ടൂണിനെ കുറിച്ച് എവിടെ? തേർഡ് ലൈൻ നോക്കിക്കോളൂ, വാച്ച് കാർട്ടൂൺസ് എന്ന് പറയുന്നുണ്ട്.
അവർക്ക് ഒരുമിച്ച് സ്വിങ്സിൽ, അതായത് ഊഞ്ഞാലിൽ കളിക്കാൻ ഇഷ്ടാണ്, കാർട്ടൂൺ കാണാൻ ഇഷ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ആൻസർ കറക്റ്റ് ആണ്. പ്ലേയിങ് ഓൺ സ്വിങ്സ് ആൻഡ് വാച്ചിങ് കാർട്ടൂൺസ് കറക്റ്റ് ആണ്. ലാസ്റ്റ് വൺ പെയിന്റിംഗ് വാൾസ് ആൻഡ് ക്ലീനിങ് റൂംസ്. അപ്പൊ ഒന്നുകൂടി നോക്കിക്കോളൂ. അതിൽ വോള് പെയിന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ക്ലീനിങ് റൂംസ്. ക്ലീനിങ് റൂംസിനെ കുറിച്ച് പറയുന്നുണ്ടോ? ക്ലീനിങ് റൂംസിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ ആണോ? എത്ര പേർക്ക് ഈ ആൻസർ കിട്ടി? എത്ര പേർക്ക് ഈ ആൻസർ കിട്ടിയെങ്കിൽ വേഗം ആൻസർ കിട്ടിയവര് മിസ്സിനെ നോക്കിയിട്ട് ഡബിൾ തംസ് അപ്പ്, മിസ് ഞങ്ങൾക്ക് കിട്ടി, ഞങ്ങൾക്ക് കിട്ടി എന്ന് പറയാ. യൂട്യൂബ് മക്കൾസ് മിസ്സിന് എന്ത് തരാ? ഒരു ആപ്പിൾ തരാം. വേഗം ആൻസർ കിട്ടുമ്പോ അപ്പൊ മിസ്സിന് ആപ്പിൾ തരണം കേട്ടോ. ഓക്കെ ആണേ? യെസ്, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് സ്റ്റാൻസ് കൂടി ഒന്ന് വായിക്കാം. We play on phones and paint on walls with kindness shining from the heart are best friends in all we do and wish each day was a playtime too. അപ്പൊ ഇതിൽ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഫ്രണ്ട്സ് ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. സ്വിങ്സിൽ കളിക്കും, സെൽഫീസ് എടുക്കും, ജോയ് ഷെയർ ചെയ്യും, കാർട്ടൂൺസ് കാണും, ഡാൻസ് ചെയ്യും, ചിരിക്കും, ഇതൊക്കെ പറയുന്നുണ്ട്. പിന്നെന്താണ്? ഫോണിൽ കളിക്കും. നിങ്ങളും ചെയ്യാറുണ്ടല്ലേ? ഫോണിൽ കളിക്കാറുണ്ട്. പെയിന്റ് ഓൺ വോൾസ്, വോളിൽ പെയിന്റ് ചെയ്യും. വിത്ത് കൈൻഡ്നസ് ഷൈനിങ് ഫ്രം ദ ഹാർട്ട് ആർ. അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ലൈൻ വിത്ത് കൈൻഡ്നസ് ഷൈനിങ് ഫ്രം ദ ഹാർട്ട് സേ അബൌട്ട് ഫ്രണ്ട്സ്? കൈൻഡ്നസ് എന്താടാ? കൈൻഡ്നസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരാളോട് കാണിക്കുന്ന ദയ, അതിനെയൊക്കെയാണ് നമ്മൾ കൈൻഡ്നസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഹാർട്ടിൽ ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ ആണേ? അപ്പൊ ഇത് ഫ്രണ്ട്സിനെ കുറിച്ച് ഈ ലൈനിൽ കൂടി നമ്മളോട് പറയുന്നത് എന്താണ്? വേഗം ഒന്ന് വായിക്കാം. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ദേ ലുക്ക്. ഫ്രണ്ട്സിനെ കാണാൻ എങ്ങനെയുണ്ടെന്നാണോ അത് പറയുന്നത്? ആണോ? അല്ല. നോക്കിക്കോളൂ കേട്ടോ. ഇറ്റ് ഷോസ് ദേ ഹാവ് ഫ്ലാഷ് ലൈറ്റ്. ഷൈൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഫ്ലാഷ് ലൈറ്റിന്റെ കാര്യമാണ് ഓർമ്മ വരുന്നത്? ആണോ? ആണോ? അല്ല. പിന്നെ എന്തിനെ കുറിച്ചാ പറയുന്നത്? ഇറ്റ് സേസ് അബൌട്ട് ദ വാല്യൂ ഓഫ് ദെയർ ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂവിനെ കുറിച്ചാ പറയുന്നത്. ഫ്രണ്ട്ഷിപ്പിന്റെ മൂല്യത്തെ കുറിച്ചാ പറയുന്നത്. അല്ലേ? അതെ, ഈ പോയം മൊത്തം പറയുന്നത് ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂവിനെ കുറിച്ചാ പറയുന്നത്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? നിങ്ങൾക്ക് കിട്ടിയ ആൻസർ? യെസ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ വെദർ. കാലാവസ്ഥയെ കുറിച്ചാ പറയുന്നത്. മഴ പെയ്യോ, മഴ പെയ്യില്ലേ? ആണോ? ഒരിക്കലുമല്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്? സി ആണ് ആൻസർ. ഇറ്റ് സേസ് അബൌട്ട് ദ വാല്യൂ ഓഫ് ദെയർ ഫ്രണ്ട്ഷിപ്പ്. എത്ര പേർക്ക് കറക്റ്റ് ആൻസർ കിട്ടി? എത്ര പേർക്ക് ഈ രണ്ട് ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി? വേഗം മിസ്സിന് എന്ത് തരണം? നിങ്ങൾക്ക് തന്നെ അറിയാം മിസ്സിന് എന്ത് തരണം എന്ന്. ആപ്പിൾ ആപ്പിൾ ആപ്പിൾ. യെസ്, കറക്റ്റ് ആണല്ലോ. രണ്ട് ആൻസേഴ്സും കറക്റ്റ് ആയി. അങ്ങനെയാണെങ്കിൽ ദേ പോകുന്നു നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഇമോഷൻ എക്സ്പ്രസ്ഡ് ഇൻ ദ പോം? ഈ പോം നിങ്ങൾ വായിച്ചപ്പോൾ എങ്ങനെയാണ് ഈ പോയത്തിന്റെ ഒരു മൂഡ് നിങ്ങൾക്ക് മനസ്സിലായത്? ആങ്കർ, ദേഷ്യമാണോ? ആണോ? ആണോ? അല്ല, ഇതിൽ ദേഷ്യമേ അല്ല. ജോയ്, സന്തോഷത്തെ കുറിച്ചാണോ പറയുന്നത്? അതെ, ജോയിനെ കുറിച്ച് പറയുന്നുണ്ട്. സന്തോഷം, ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കുമ്പോൾ ഹാപ്പിനെസ് ആണ് അല്ലേ? ഫിയർ, പേടിയെ കുറിച്ച് പറയുന്നുണ്ടോ? പേടിയെ കുറിച്ച് പറയുന്നില്ല. സർപ്രൈസിനെ കുറിച്ച് പറയുന്നുണ്ടോ? സർപ്രൈസിനെ കുറിച്ചും പറയുന്നില്ല. ഇതിൽ മൊത്തം സന്തോഷമുള്ള ഒരു പോയല്ലേ? യെസ്. അപ്പൊ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നിങ്ങൾ ആലോചിക്കും, മിസ് ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണോ വരുന്നത്? ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. ആൻഡ് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ആൻസർ കണ്ടുപിടിക്കണം ആ പോയത്തിൽ നിന്ന്. ഓക്കെ ആണല്ലോ? ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നിങ്ങളോടുള്ള ചോദ്യമാണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് ഡിഫറെന്റ് ആൻസേഴ്സ് ആയിരിക്കും. എന്താടാ? നിങ്ങളുടെ ഫ്രണ്ടിന്റെ കൂടെ ചെയ്യുന്ന ഒരു ഫൺ ആക്ടിവിറ്റി പറയാനാണ് പറയുന്നത്. എന്താണ്? എല്ലാവരും കമന്റ് ഇട്ടോളൂ. എല്ലാവരും കമന്റ് ഇട്ടോളൂ. ആൻഡ് ന്യൂട്ടൺസ് മക്കൾസ് എല്ലാവരും ചാറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേടാ. യെസ്, വേഗം പറഞ്ഞു കേട്ടോ. യെസ്, എന്തൊക്കെയാണ്? യു ആൻഡ് യുവർ ഫ്രണ്ട്സ് ഹാവ് സോ മച്ച് ഫൺ ടുഗെദർ. അല്ലേ? അടിപൊളിയായിട്ട് നിങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട്. റൈറ്റ് വൺ ഓഫ് ദ ഫൺ തിങ്സ് യു എൻജോയ് ഡൂയിങ് ടുഗെദർ. ഒരു ഫൺ തിങ് വേഗം പറഞ്ഞു. വേഗം കമന്റ് ഇട്ട് മിസ് വായിക്കാം. യെസ്, വി ഡാൻസ് ടുഗെദർ എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഫണ്ണാണ് അല്ലേ ഫ്രണ്ട്സിന്റെ കൂടെ? യെസ്. വി പ്ലേ ക്രിക്കറ്റ് ടുഗെദർ. കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ ആണ്. പിന്നെന്താടാ? വി സിംഗ് സോങ്സ് ടുഗെദർ. ഓ മൈ ഗോഡ്, കറക്റ്റ് ആൻസർ. നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ പല കാര്യങ്ങളും എൻജോയ് ചെയ്യാറുണ്ടല്ലേ?
we eat together എന്ന് പറയുന്നുണ്ട്. മിസ്സേ ഞങ്ങൾ ഫൺ എന്താണ്, ഞങ്ങൾ നന്നായിട്ട് ഒരുമിച്ച് നല്ല അടിപൊളി ഭക്ഷണം മന്തിയൊക്കെ കഴിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൻസർ അതിൽ എഴുതാട്ടോ. ഇഷ്ടമുള്ള ആൻസർ എഴുതാം. ഡാൻസ് ചെയ്യുമെന്ന് പറയാം, we enjoy dancing together എന്ന് പറയാം, we enjoy singing together എന്ന് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമല്ല we enjoy playing together എന്ന് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൻസർ അതിൽ എഴുതാട്ടോ. നിങ്ങളോടാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? യെസ്. മിസ് എല്ലാ ആൻസേഴ്സും തന്നിട്ടുണ്ട് അവിടെ. ആദ്യത്തെ ആൻസർ നമ്മൾ കണ്ടുപിടിച്ചു, സെക്കൻഡ് വൺ കണ്ടുപിടിച്ചു, തേർഡ് വൺ കണ്ടുപിടിച്ചു, ഫോർത്ത് വൺ മിസ് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പ്ലേയിങ് ഗെയിംസ്, റൈഡിങ് ബൈസിക്കിൾസ്, ഡാൻസിങ്, സിംഗിങ് സോങ്സ്. മിസ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൻസർ എഴുതാം. ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ? ഇത്രയും ആൻസേഴ്സ് 4 ആൻസേഴ്സും കിട്ടിയവര് മിസ്സിനെ നോക്കി എന്നൊന്ന് കാണിച്ചേ. കിട്ടി മിസ്, ഞങ്ങൾക്ക് കിട്ടി. അപ്പൊ നിങ്ങളൊരു റീഡിംഗ് കോംപ്രിഹെൻഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ പോയിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് ബ്രെയിനിലേക്ക് ബ്രെയിനിൽ കയറട്ടെ. എന്നിട്ട് നേരെ പോയിട്ട് തന്നിരിക്കുന്ന പോം ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് മൈൻഡിൽ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ആൻസേഴ്സ് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അല്ലാതെ ആ പോം വായിച്ചിരുന്നു 1 മണിക്കൂർ ആ പോം വായിച്ച് സമയം കളയരുത് കേട്ടോ മക്കളെ. ഒരിക്കലും സമയം കളയരുത്. ഓക്കെ ആണേ? സെറ്റ് ആണല്ലോ? യെസ്. അപ്പൊ മിസ് നിങ്ങൾ പറയും, മിസ്സേ ഒരു പോം കൂടി തരൂ മിസ്സേ, ഒരു പോം കൂടി തരൂ മിസ്സേ എന്ന് പറയുന്നുണ്ടോ? നമുക്ക് നോക്കിയാലോ. 1 more പോം നമുക്ക് നോക്കാം കേട്ടോ. യെസ്. അപ്പൊ മിസ് പറഞ്ഞു ആദ്യം എന്ത് വായിക്കണം? നിങ്ങൾ തന്നെ പറയൂ. പോം വായിക്കണോ, ക്വസ്റ്റ്യൻ വായിക്കണോ? പോം വായിക്കണോ, ക്വസ്റ്റ്യൻ വായിക്കണോ? വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ന്യൂട്ടൺസ് മക്കൾസ് ഓൾസോ ചാറ്റ് ബോക്സിൽ വേഗം ഒന്ന് കമന്റ് ഇട്ടേടാ. എന്താ വായിക്കേണ്ട ആദ്യം? ക്വസ്റ്റ്യൻ വായിക്കാം. കറക്റ്റ്. യെസ്, ക്വസ്റ്റ്യൻ. യെസ്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ സ്പീക്കർ ഡു വിത്ത് ദ കൈറ്റ്? സ്പീക്കർ കൈറ്റ് നിങ്ങൾക്ക് അറിയാലോ, പട്ടൂല്ലേ, പട്ടം നമ്മളിങ്ങനെ പറത്തില്ല, അതിനെയാണ് കൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പോയത്തിലെ സ്പീക്കർ പട്ടം എന്താണ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ അത് ക്വസ്റ്റ്യൻ പോലും വായിച്ചു നോക്കണ്ട. പട്ടം വെച്ച ഒരാൾ എന്തായിരിക്കും ചെയ്യുന്നത്? പെയിന്റ് ആയിരിക്കോ? ഫ്ലൂ മീൻസ് ഫ്ലൈയുടെ പാസ്റ്റ് ടെൻസ് ആണ് ട്ടോ. പറത്തുക. പട്ടം പറത്തുകയായിരിക്കോ? ഗേവ് ഇറ്റ് അവേ, ആർക്കെങ്കിലും കൊടുക്കുകയായിരിക്കോ? വെറുതെ കൊടുക്കുകയായിരിക്കോ? ലോസ്റ്റ് ഇറ്റ്, പട്ടം നഷ്ടപ്പെടുകയായിരിക്കോ? നമുക്ക് നോക്കാം. പോയം വായിച്ചാലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. നമുക്ക് നോക്കാം കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയടാ. വാട്ട് വാസ് ദ വെദർ ലൈക്ക് ഡ്യൂറിംഗ് ദ കൈറ്റ് ഫ്ലൈയിങ്? മക്കളെ വെദറിന്റെ മീനിങ് കാലാവസ്ഥ. അതായത് ആ പട്ടം പറത്തുന്ന സമയത്തുള്ള കാലാവസ്ഥ എന്തായിരുന്നു? റെയിനി ആൻഡ് വിൻഡി, മഴ പെയ്യുന്നുണ്ടായിരുന്നോ? കാറ്റ് വീശുന്നുണ്ടായിരുന്നോ? ഹോട്ട് ആൻഡ് സ്റ്റോമി, ഭയങ്കര ചൂടും കാറ്റുമായിരുന്നു. ക്ലൗഡി വിത്ത് എ ലൈറ്റ് ബ്രീസ്, കുറച്ച് ക്ലൗഡ് ആയിരുന്നു പക്ഷെ ലൈറ്റ് ബ്രീസ് മീൻസ് കാറ്റ്, ഇളം കാറ്റുണ്ടായിരുന്നു. സ്നോയി ആൻഡ് കോൾഡ്, തണുത്ത് വിറയ്ക്കുന്നതായിരുന്നു. നമുക്ക് പോം വായിച്ചാലേ മനസ്സിലാകുള്ളൂ. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ മൂഡ് ഓഫ് ദ പോം എന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ കൂട്ട് എന്താണ്? ഹാപ്പിനെസ് ആണോ? എന്താണ് മൂഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഫോർത്ത് വൺ, ഫൈൻഡ് ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ്. ഒരു പെയർ റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാല്? ഒരു എക്സാമ്പിൾ മിസ്സിന് പറഞ്ഞേ. വേഗം ചാറ്റ് ബോക്സിൽ ഒരു എക്സാമ്പിൾ ഇട്ടേ. യെസ്, എല്ലാവരും വേഗം ചാറ്റ് ബോക്സിൽ ഒരു എക്സാമ്പിൾ ഇട്ടേടാ. വേഗം. യെസ്, വേഗം ചാറ്റ് ബോക്സിൽ എക്സാമ്പിൾ ഇടാട്ടാ. ബാറ്റ്, ക്യാറ്റ്. യെസ്, ഹാറ്റ്, സാറ്റ്. കറക്റ്റ്. യെസ്. വേഗം ഒരുപാട് എക്സാമ്പിൾസ് വരുന്നുണ്ട്. കറക്റ്റ് ആണ് പറയുന്നത്. നമുക്ക് പോയത്തി എന്നുള്ളതാണ് പക്ഷെ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഒരേ സൗണ്ട് വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അത് പുറത്തുനിന്നുള്ളതല്ല, പോയത്തിന്ന് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. ആൻഡ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ വേർഡ് ദാറ്റ് മീൻസ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് എന്ന് മീനിങ് വരുന്ന ഒരു വേർഡ് ഈ പോയത്തിലുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഏതാണെന്ന്. ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ചു. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? എത്ര പേർക്ക് ഓർമ്മയുണ്ടോ? എന്താ ആദ്യത്തെ ക്വസ്റ്റ്യൻ? പട്ടം എന്ത് ചെയ്യുകയായിരുന്നു? കറക്റ്റ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഓർത്തെടുത്തേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? യെസ്, വെദർ എന്തായിരുന്നു? മഴ പെയ്യായിരുന്നോ? കാറ്റായിരുന്നോ? ക്ലൗഡി ആയിരുന്നോ? യെസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൂഡ്. നാലാമത്തെ ക്വസ്റ്റ്യൻ റൈമിംഗ് വേർഡ്സ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഹാപ്പിനെസിന്റെ മറ്റൊരു വേർഡ്. റെഡി ആണോ? നമുക്ക് വേഗം പോയത്തിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഇതേ നോക്കാം. നമ്മൾ വായിക്കാൻ പോവാണ്, ഒരുമിച്ച് വായിക്കാൻ പോവാണ്. മീനിങ് മനസ്സിലാക്കി എടുത്തോളണം കേട്ടോ. ഐ
flew my kite so high today. എടാ ഫസ്റ്റ് ലൈനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയോ? എത്ര പേർക്ക് ആൻസർ കിട്ടി? ഏത് ക്വസ്റ്റ്യന്റെ ആൻസറാ കിട്ടിയത്? യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. I flew my kite so high today. ഞാൻ എൻ്റെ പട്ടം വളരെ ഉയരത്തിൽ പറത്തി. I flew ചെയ്യുക മീൻസ് ഫ്ലൈയുടെ പാസ്റ്റ് ടെൻസ് ആണ് ട്ടോ. ഞാൻ പറത്തി. ദേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. വാട്ട് ഡിഡ് ദ സ്പീക്കർ ഡു വിത്ത് ദ കൈറ്റ്? പെയിന്റ് ചെയ്യാണോ? അല്ല. ഫ്ലൂ ചെയ്യാണോ? അതെ. ഗേവ് ഇറ്റ് അവേ ആണോ? അല്ല. ലോസ്റ്റ് ഇറ്റ് ആണോ? അല്ല. അപ്പൊ ഏതാണ് ആൻസർ? ബി ആണ് ആൻസർ. കണ്ടോ, ക്വസ്റ്റ്യൻ വായിച്ചത് കൊണ്ട് നമുക്ക് ടപ്പേന്ന് ആൻസർ കിട്ടിയില്ലേ? ഫസ്റ്റ് ലൈനിൽ നിന്ന് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. It danced and swayed, then flew away. The clouds were white, the breeze was light. ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഈ ക്വസ്റ്റ്യൻ എവിടെയാ കേട്ടിരിക്കുന്നേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. കാലാവസ്ഥയെ കുറിച്ച്, വെതറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. അതിലൊരു ഓപ്ഷൻ നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടില്ലേ? ക്ലൗഡിന്റെ കാര്യം പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയേ. What was the weather like during the kite flying? Rainy and windy? അല്ല. Hot and stormy? അല്ല. Cloudy with a light breeze? അതേ പറയുന്നു. ക്ലൗഡിന്റെ കാര്യം പറയുന്നു, ലൈറ്റ് ബ്രീസിന്റെ കാര്യം പറയുന്നു. കണ്ടോ, ക്വസ്റ്റ്യൻ വായിച്ചത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. ദിസ് ഈസ് ദ ആൻസർ. സ്നോയി ആൻഡ് കോൾഡ് ആണോ? അല്ല. യെസ്, വി ഗോട്ട് ദ ആൻസർ. എത്ര പേർക്ക് രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസറും കിട്ടി? എത്ര പേർക്ക് രണ്ട് ക്വസ്റ്റ്യന്റെ ആൻസറും കിട്ടി? മിസ് നോക്കിയിട്ട്, മിസ് കിട്ടി. മിസ് പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിച്ചാൽ വേഗം കിട്ടോ കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താണ് ഈ പോയത്തിന്റെ മൂഡ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഈ പോയത്തിന്റെ മൂഡ്? യെസ്, ഇത് ഭയങ്കര അടിപൊളി. നിങ്ങൾക്ക് പട്ടം പറത്തുമ്പോൾ നിങ്ങൾ വിഷമിച്ച് അങ്ങനെയാണോ പറത്തുന്നേ? അല്ല, നിങ്ങൾ ഭയങ്കര ഹാപ്പിനെസ്സില്, ഭയങ്കര ജോയിലൊക്കെയല്ലേ പട്ടം പറത്തുന്നത്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം കേട്ടോ. അങ്ങനെ എഴുതാം. എന്താണ് മൂഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ജോയ് എന്നോ ഹാപ്പിനെസ് എന്നൊക്കെ എഴുതാം കേട്ടോ. സന്തോഷത്തിലല്ലേ നമ്മൾ പട്ടം പറത്തുന്നേ, അതൊക്കെ എഴുതാം കേട്ടോ. ഓക്കെ ആണേ. ഇനി എളുപ്പമാണ്. ഫൈൻഡ് ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. പോയത്തിൽ നിന്ന് റൈമിംഗ് വേർഡ്. എ പെയർ മീൻസ് ഒരു പെയർ എഴുതണം. 2 pairs മീൻസ് 2 പെയർ എഴുതണം കേട്ടോ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ വേഗം കമന്റ് ഇട്ടോളൂ ഈ പോയത്തിൽ നിന്നുള്ള റൈമിംഗ് വേർഡ്സ്. മിസ് വെയിറ്റ് ചെയ്യാം. ഇനി മിസ് വെയിറ്റ് ചെയ്യാൻ പോവാണ്. വേഗം കമന്റ് ഇട്ടോളൂ. യെസ്. യെസ്. Delight, light. Very good. Daughter, lot. Correct. Proud, cloud. Correct. എങ്ങനെയാ കിട്ടിയത്? മക്കളെ, ചില മക്കൾ വിചാരിക്കും മിസ്സേ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പേടിക്കണ്ട. എങ്ങനെ എളുപ്പത്തിൽ റൈമിംഗ് വേർഡ്സ് കണ്ടിരിക്കാന്ന് മിസ് പറയട്ടെ. ദേ നോക്കിയേടാ, നോക്കി ലൈനുകളുടെ ലാസ്റ്റ് വേർഡ് നോക്കിയാൽ മതി. ദേ ഒരു എക്സാമ്പിൾ മിസ് ദേ ഈ വേർഡ് എടുക്കുകയാണ് കേട്ടോ. ലൈറ്റ് എന്നുള്ള വേർഡ് എടുക്കുകയാണ്, ലാസ്റ്റ് വേർഡ്. അടുത്ത ലൈനിന്റെ ലാസ്റ്റ് വേർഡ് നോക്കിയടാ. ദേ പറയുമ്പോ ഒരേപോലെ ഇല്ലേ? ലൈറ്റ്, ഡിലൈറ്റ് ഒരേപോലെ ഉണ്ട്. അപ്പൊ ഇവരൊരു റൈമിംഗ് പെയർ ആണ്. കിട്ടിയല്ലോ, ലൈറ്റ്, ഡിലൈറ്റ്. അല്ല നിങ്ങൾ ഇങ്ങനെ ഉള്ളിൽ പോയി തപ്പിയൊന്നും വേണ്ട, ലാസ്റ്റ് വേർഡ്സ് നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കിയോ, ഡോട്ട്, ലോട്ട് പറയുമ്പോ ഒരേപോലെ ഇല്ലേ? അപ്പൊ അതും റൈമിംഗ് പെയർ ആണ്. അടുത്ത നോക്കിയടാ, പ്രൗഡ്, ക്ലൗഡ് പറയുമ്പോ ഒരേപോലെ ഇല്ലേ? അപ്പൊ അതും റൈമിംഗ് പെയർ ആണ്. ഓ മൈ ഗോഡ്, മിസ് ഇത്ര ഈസി ആയിരുന്നു റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാൻ. സെറ്റ് ആയിരുന്നു, അത്ര ഈസി ആയിരുന്നു എന്നാ പറയണേ കേട്ടോ. സെറ്റ് ആണേ. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആർക്കൊക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ട്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആർക്കൊക്കെ ഓർമ്മയുണ്ട്? വായിക്കാതെ തന്നെ പറയാൻ പറ്റുമോ? യെസ് കുറെ പേര് പറയുന്നുണ്ട്. മിസ് എന്താണ്? ഹാപ്പിനെസിന്റെ മറ്റൊരു വേർഡ് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. സന്തോഷത്തിന്റെ മറ്റൊരു വേർഡ് ഈ പോയത്തിലുണ്ട്. കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോന്നൊന്ന് നോക്കിയേ. മിസ് ആൻസർ പറയുന്നില്ലേ? മിസ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കാൻ പോവാണേ. സന്തോഷം എന്നർത്ഥം വരുന്ന മറ്റൊരു വേർഡ് ഉണ്ട്. ഏതാടാ വേർഡ്? കമന്റ് ചെയ്തോളൂ യൂട്യൂബ് മക്കൾസ്, വേഗം കമന്റ് ചെയ്യൂ. യെസ് നമ്മുടെ ന്യൂട്ടൻസ് മക്കൾസ് എല്ലാവരും പറയാൻ കേട്ടോ. കറക്റ്റ് ആയിട്ട് പറയുന്നു. എടാ മക്കള് പൊളിയാണ്, അടിപൊളിയായിട്ട് പറയാണ്. എന്താണ്?
യെസ്, ഇനി മിസ് വെറുതെ വായിച്ച ഇതാക്കണ്ട, നമുക്ക് എളുപ്പത്തിൽ നിങ്ങൾ പറഞ്ഞ അതേ ആൻസർ തന്നെയാണ് മക്കളെ. ദി ജോയ്. ജോയ് എന്ന് പറയുന്ന വേർഡാണ് കേട്ടോ സന്തോഷത്തിന്റെ മറ്റൊരു വാക്ക്. കിട്ടിയല്ലോ, അതും സെറ്റായി. അപ്പൊ ദേ നോക്കിക്കോ, ഇതൊക്കെയാണ് ആൻസർ. മൂഡ് ഓഫ് ദ പോം ഹാപ്പി, ജോയ്ഫുൾ, പ്ലേഫുൾ, എല്ലാം നമുക്ക് കിട്ടി. കറക്റ്റ് ആണ് മിസ്, ഞങ്ങൾക്ക് കിട്ടി. എത്ര മക്കൾക്ക് കിട്ടി? കിട്ടുന്നവരൊക്കെ എന്ത് ചെയ്യണം? കിട്ടി, സെറ്റാണ്, അടിപൊളിയാണ്, നിങ്ങൾ പൊളിയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും മിസ്സേ കഴിഞ്ഞോ, റീഡിംഗ് കോംപ്രിഹെൻഷൻ കഴിഞ്ഞോടാ? ഒന്നുകിൽ നിങ്ങൾക്ക് പോം വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരാം? ഒരു പാസേജ് വരാം. ഓക്കെ ആണേ? അപ്പൊ നമുക്ക് ഒരു പാസേജും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരു പാസേജ് ചെയ്ത് നോക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് മിസ് പോം എന്നാണല്ലോ പറഞ്ഞത്, ഇവിടെ പാസേജ് വന്നിരിക്കും, നീ മിസ്സിനെ കൊണ്ട് തോറ്റു എന്ന് പറയും. അതുകൊണ്ട് മിസ് വിചാരിച്ചേ അങ്ങനെ പറയിപ്പിക്കേണ്ട, എന്ത് ചെയ്യാം, ഒരു പാസേജ് തരാന്ന് വിചാരിച്ചു. മക്കളെ നോക്കിക്കോ, സ്ക്രീനിലേക്ക് പാസേജ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മിസ്സിന്റെ ക്വസ്റ്റ്യൻ, പാസേജ് ആദ്യം വായിക്കണോ, ക്വസ്റ്റ്യൻ ആദ്യം വായിക്കണോ? പാസേജ്, ക്വസ്റ്റ്യൻ, ഏതാദ്യം വായിക്കണം? യെസ്, ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കണം. ക്വസ്റ്റ്യൻ വായിക്കാം, നോക്കിക്കോളൂ. ഡെല്ല വാണ്ടഡ് ടു ബൈ ഡാഷ് ഫോർ ജിം. ഡെല്ലക്ക് ജിമ്മിന് വേണ്ടി എന്ത് വാങ്ങിക്കണം എന്നാണ് ആഗ്രഹം. എന്താണ്? വാച്ചാണോ, ചെയിൻ ആണോ, കോംബാണോ, ഹെയർ ക്ലിപ്പാണോ? നമുക്കറിയില്ല, നമുക്ക് പാസേജ് അറിയാത്തതുകൊണ്ട് നമുക്കറിയില്ല. പക്ഷെ ന്യൂട്ടൺസിന്റെ മക്കൾസിന് അറിയാം. എങ്ങനെ അറിയാം? ഇത് മുന്നേ നമ്മൾ ഈ പാസേജ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലേ? യെസ്, വെരി ഗുഡ്. അടുത്തത്, വൈ ഡിഡ് ഡെല്ല സെൽ ഹെർ ഹെയർ? ഡെല്ലയുടെ ഹെയർ സെൽ ചെയ്തു, വിറ്റു. എന്തുകൊണ്ടാ വിറ്റത്? ഷീ ഹാഡ് നോ മണി ടു ബൈ എ ഗിഫ്റ്റ് വാങ്ങിക്കാൻ കാശില്ലാത്തോണ്ട്. ഷീ ഹാഡ് നോ കോംബ്, ചീകാനായിട്ട് ചീർപ്പില്ലാത്തോണ്ടാ വിറ്റതെന്നാ പറയണേ. ഷീ ഡിഡ്ന്റ് ലൈക്ക് ലോങ് ഹെയർ, അവൾക്ക് വലിയ ഹെയർ ഇഷ്ടമല്ലാത്തോണ്ടാ വിറ്റതെന്നാ പറയണേ. ജിം ആസ്ക്ഡ് ഹെർ ടു കട്ട് ദ ഹെയർ, ജിം പറഞ്ഞു കട്ട് ചെയ്യാൻ പറഞ്ഞു. ഓ മൈ ഗോഡ്, ജിം എന്തൊരു ക്രൂവൽ ആണല്ലേ, അതാണോ? അപ്പൊ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ചു. തേർഡ് ക്വസ്റ്റ്യൻ, ജിം സോൾഡ് ഹിസ് ഗോൾഡ് വാച്ച് ബിക്കോസ്. ഓ മൈ ഗോഡ്, ഡെല്ല മുടിവിക്കൽ മാത്രമല്ല, നമ്മുടെ ജിം ഗോൾഡ് വാച്ചും സെൽ ചെയ്തു. എന്തുകൊണ്ടാണ്? ഇറ്റ് ഹാഡ് നോ ചെയിൻ ഇല്ലാത്തത് കൊണ്ടാണോ? ഹി വാണ്ടഡ് ടു സെൽ ഇറ്റ്, വിൽക്കണം എന്ന് തോന്നി, വിറ്റു. ഹി ഡിഡ്ന്റ് ലൈക്ക് ഹിസ് വാച്ച്, അവന്റെ വാച്ച് ഇഷ്ടമല്ലായിരുന്നു. ഹി വാണ്ടഡ് ടു ഗെറ്റ് മണി ടു ബൈ എ ഗിഫ്റ്റ് ഫോർ ഡെല്ല, ഡെല്ലയ്ക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വിറ്റത്. ഇതൊക്കെയാണ് പറയുന്നത്. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ സ്റ്റോറി? ഈ സ്റ്റോറിയിലെ മെയിൻ തീം എന്താണ്? എന്തിനെ കുറിച്ചാ പറയുന്നത്? ഫാമിലിയെ കുറിച്ചാണോ, ലവ് ആൻഡ് സാക്രിഫൈസിനെ കുറിച്ചാണോ, ഗിഫ്റ്റിനെ കുറിച്ചാണോ, ക്രിസ്മസിനെ കുറിച്ചാണോ? ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വേർഡ് കണ്ടുപിടിക്കണം. ടു ഗിവ് അപ്പ് സംതിങ് വാല്യുബിൾ. ഗിവ് അപ്പ് ചെയ്യാൻ മീൻസ് വേണ്ടാന്ന് വെക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം വേണ്ടാന്ന് വെക്കുക എന്ന് പറയുന്ന ഒരു വേർഡ് ഇതിലുണ്ട്, അത് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻസ് കേട്ടപ്പോ അയ്യോ മിസ്സേ എന്ന് ആലോചിക്കുന്നുണ്ടോ? ദേ പാസേജ് വായിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. വി ആർ ഗോയിങ് ടു റീഡ് ദ പാസേജ്. അതൊരു സ്റ്റോറിയാണ് കേട്ടോ. എല്ലാവരും വായിച്ചേ. ഇറ്റ് വാസ് ക്രിസ്മസ്. ജിം വാണ്ടഡ് ടു ബൈ എ ക്രിസ്മസ് പ്രസന്റ് ഫോർ ഡെല്ല ഹിസ് വൈഫ്. ജിമ്മിനൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം വൈഫായിട്ടുള്ള ഡെല്ലയ്ക്ക് വേണ്ടിയിട്ട്. ഡെല്ല ഓൾസോ വാണ്ടഡ് ടു ഗീവ് ജിം എ ക്രിസ്മസ് ഗിഫ്റ്റ്. അപ്പൊ ജിമ്മ് മാത്രം കൊടുത്താൽ പോരല്ലോ, ഡെല്ലയ്ക്കും ഒരു ക്രിസ്മസ് പ്രസന്റ് വാങ്ങിക്കണം. ഡെല്ല പ്ലാൻ ടു ബൈ എ ചെയിൻ ഫോർ ജിംസ് ഗോൾഡ് വാച്ച്. എടാ മക്കളെ, ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എവിടെയാ കേട്ടിരിക്കുന്നത്? ഏതാ കേട്ടിരിക്കുന്നത്? യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കേട്ടിട്ടുണ്ട്. ഡെല്ല വാണ്ടഡ് ടു ബൈ ഡാഷ് ഫോർ ജിം. ദേ ഇരിക്കുന്നു ആൻസർ, ദേ ഇരിക്കുന്നു. ഡെല്ല പ്ലാൻ ടു ബൈ എ ചെയിൻ ഫോർ ജിംസ് ഗോൾഡ് വാച്ച്. ജിമ്മിന്റെ ഗോൾഡ് വാച്ച് അല്ല വാങ്ങിച്ചത്, ചെയിൻ വാങ്ങിക്കാനായിട്ടാണ് അവൾ ആഗ്രഹിച്ചത്. ചെയിൻ. അപ്പൊ നമുക്ക് നോക്കാം ഓപ്ഷനിൽ ഉണ്ടോന്ന്. അപ്പൊ ചില മക്കളായിരിക്കും വാച്ച് ആയിരിക്കും. വാച്ച് അല്ല, ചെയിൻ ആണ് ആൻസർ വരുന്നത്. എന്താണ് ആൻസർ? ചെയിൻ ആണ് ആൻസർ വരുന്നത്. കോംബല്ല, ഹെയർ ക്ലിപ്പ് അല്ല, ചെയിൻ ആണ് കേട്ടോ ഡെല്ല വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. നെക്സ്റ്റ്, ഡെല്ല ഹാഡ് ലോങ് ബ്യൂട്ടിഫുൾ ഗോൾഡൻ ഹെയർ. മിസ്സിന്റെ ഹെയർ പോലെ അല്ല, ഡെല്ലക്ക് നല്ല ലോങ് ബ്യൂട്ടിഫുൾ ഗോൾഡൻ ഹെയർ ആണ് ഉണ്ടായിരുന്നത് കേട്ടോ. സോ ജിം ഡിസൈഡഡ് ടു ബൈ എ സെറ്റ് ഓഫ് ബ്യൂട്ടിഫുൾ കോംസ് ഫോർ ഡെല്ല. അപ്പൊ നമ്മുടെ ജിം എന്ത് വിചാരിച്ചു? ഡെല്ലയ്ക്ക് വേണ്ടിയിട്ട് എന്ത് വാങ്ങിക്കാന്ന്? കോംബ് വാങ്ങിക്കാന്ന് വിചാരിച്ചു. കോംബ് മീൻസ് എന്താടാ? കോംബ് മീൻസ് എന്താണ്? കോംബ് മീൻസ്
ചീർപ്പ് വാങ്ങിക്കാന്ന് തീരുമാനിച്ചു. ബട്ട് ദേ ഡിഡ്ന്റ് ഹാവ് ഇനഫ് മണി. പക്ഷെ അവരുടെ കയ്യിൽ എന്തില്ല? പൈസ ഇല്ല. ഡെല്ലയ്ക്ക് ജിമ്മിന് വേണ്ടിയിട്ട് ഒരു ചെയിൻ വാങ്ങിക്കണം, ആൻഡ് ജിമ്മിന് ഡെല്ലയ്ക്ക് വേണ്ടിയിട്ട് ഒരു കോമ്പ് വാങ്ങിക്കണം. പക്ഷെ രണ്ടുപേരുടെ കയ്യിലും കാശില്ല. സോ ജിം സോൾഡ് ഹിസ് ഗോൾഡ് വാച്ച് ടു ബൈ കോംസ് ഫോർ ഡെല്ല. അതുകൊണ്ട് ജിം എന്ത് ചെയ്തു? ഡെല്ലയ്ക്ക് കോമ്പ് വാങ്ങിക്കാനായിട്ട് നമ്മുടെ ജിമ്മിന്റെ ഗോൾഡ് വാച്ച് വിറ്റു എന്നാണ് പറയുന്നത്. നമുക്കത് സങ്കടമുള്ള കാര്യമാണെങ്കിൽ നമുക്ക് ഇത്തിരി ഹാപ്പിനെസ് ഉണ്ട്. എന്താണ്? ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. എന്താണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ? നോക്കിയടാ. യെസ്, തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് കേട്ടോ. ജിം സോൾഡ് ഹിസ് ഗോൾഡ് വാച്ച് ബിക്കോസ്. ജിം എന്തിനാ ഗോൾഡ് വാച്ച് വിറ്റത്? ദേ കിടക്കുന്ന ആൻസർ. ചെയിൻ ഇല്ലാത്തോണ്ടാണോ? അല്ല. വിൽക്കാന്ന് വിചാരിച്ച് ചുമ്മാ വിറ്റതാണോ? അല്ല. വാച്ച് ഇഷ്ടപ്പെടാത്തോണ്ടാണോ? അല്ല. He wanted to get money to buy a gift for Della. ഡെല്ലയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവൻ വാച്ച് കിട്ടത്. അപ്പൊ നമുക്ക് തേർഡ് വണ്ണിന്റെ ആൻസർ കിട്ടി. അപ്പൊ നിങ്ങൾ വിചാരിക്കും, അയ്യോ മിസ്സേ സെക്കൻഡ് വൺ. ദേ വരുന്നു സെക്കൻഡ് വണ്ണിന്റെ ആൻസർ. നോക്കിക്കോട്ടോ. യെസ്, ആൻഡ് ജിം സോൾഡ് ഹിസ് ഗോൾഡ് വാച്ച് ടു ബൈ കോംസ് ഫോർ ഡെല്ല, ബട്ട് ഡെല്ല സോൾഡ് ഹെർ ലോങ് ബ്യൂട്ടിഫുൾ ഹെയർ ടു ബൈ എ ചെയിൻ ഫോർ ജിംസ് ഗോൾഡ് വാച്ച്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടെ. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? Why did Della sell her hair? എന്തിനാ ഡെല്ല വിറ്റത്? വേഗം ആൻസർ പറഞ്ഞു. ഇനി മിസ് നോക്കുന്നില്ല, നിങ്ങൾ ആൻസർ പറഞ്ഞോ. ഓപ്ഷൻ അവിടെ കമന്റ് ചെയ്തോ. വേഗം ഓപ്ഷൻസ് കമന്റ് ചെയ്തോ. എന്തിനാ ഡെല്ല മുടി വിറ്റത്? എന്തിനാ ഡെല്ല മുടി വിറ്റത്? കറക്റ്റ്. യെസ്, എന്താണ്? ഷീ ഹാഡ് നോ മണി ടു ബൈ എ ഗിഫ്റ്റ്. അവളുടെ കയ്യിൽ കാശ് ഉണ്ടായില്ല ഗിഫ്റ്റ് വാങ്ങിക്കാൻ. അതുകൊണ്ട് അവൾ വിറ്റത്. അല്ലാതെ കോമ്പില്ലാത്തോണ്ടോ ലോങ് ഹെയർ ഇഷ്ടമല്ലാത്തോണ്ടോ ജിം അവളോട് കട്ട് ചെയ്യാൻ പറഞ്ഞോണ്ടോ അല്ല അവള് വിറ്റത്. അവളുടെ കയ്യില് ജിമ്മിന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ കാശില്ലാത്തോണ്ട് അവള് മുടി വെട്ടിയത്. ഓക്കെ ആണേ. നമുക്ക് 3 ആൻസേഴ്സും ഈസി ആയിട്ട് കിട്ടിയില്ലേ? കിട്ടിയവരെന്ത് ചെയ്യണം? കിട്ടി. അങ്ങനെയാണെങ്കിൽ what is the main theme of the story? ഈ സ്റ്റോറിയിലെ മെയിൻ തീം എന്താടാ? നമുക്കൊന്ന് ഫുൾ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. Both Jim and Della made sacrifices for their love. മക്കളെ, സാക്രിഫൈസ് ചെയ്യുക മീൻസ് മറ്റൊരാൾക്ക് വേണ്ടി, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി ഒരു കാര്യം വേണ്ടാന്ന് വെക്കുന്നതാണ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. അപ്പോ ഡെല്ലയും ഇഷ്ടമുള്ള ഒരു കാര്യം വേണ്ടാന്ന് വെച്ചു, മുടി വേണ്ടാന്ന് വെച്ച് സാക്രിഫൈസ് ചെയ്തു. ജിമ്മും ഗോൾഡ് വാച്ച് വേണ്ടാന്ന് വെച്ചിട്ട് സാക്രിഫൈസ് ചെയ്തു. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ മെയിൻ തീം ഓഫ് ദ സ്റ്റോറി? ഈ സ്റ്റോറിയിൽ പറയുന്ന മെയിൻ കാര്യം എന്താണ്? ഫാമിലിയെ കുറിച്ചാണോ പറയുന്നത്? അല്ല. ലവ് ആൻഡ് സാക്രിഫൈസിനെ കുറിച്ചാണ് പറയുന്നത്. സ്നേഹത്തിനെ കുറിച്ചും സാക്രിഫൈസിനെ കുറിച്ചും, ഇഷ്ടമുള്ള ഒരു കാര്യം വേണ്ടാന്ന് വെക്കുന്നതിനെ കുറിച്ചല്ലേ പറയുന്നേ? അതേ ആൻസർ ഗിഫ്റ്റ്. അല്ലാതെ ഗിഫ്റ്റിനെ കുറിച്ചാണോ പറയുന്നേ? ഗിഫ്റ്റിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. അതിന്റെ ഉള്ളിലെ മീനിങ് എന്താ? സ്നേഹത്തെ കുറിച്ചും സാക്രിഫൈസിനെ കുറിച്ചാണ്. ക്രിസ്മസിനെ കുറിച്ചാണോ പറയുന്നത്? ക്രിസ്മസിനെ കുറിച്ച് ആ ഫസ്റ്റ് സെന്റൻസ് മാത്രമേ പറയുന്നുള്ളൂ. മെയിൻ ആയിട്ടും പറയുന്നത് സ്നേഹത്തെ കുറിച്ചും സാക്രിഫൈസിനെ കുറിച്ചുമാണ് കേട്ടോ. അപ്പൊ ഓക്കെ ആണല്ലോ. 4 ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. ലാസ്റ്റ് വൺ, ഫൈൻഡ് ദ വേർഡ് ദാറ്റ് മീൻസ് ടു ഗിവ് അപ്പ് സംതിങ് വാല്യുബിൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം വേണ്ടാന്ന് വെക്കുക എന്ന് വരുന്ന വേർഡ് ഏതാണ്? ഇനി മിസ് സൈലന്റ് ആവാൻ പോവാ. വേഗം ആൻസർ കമന്റ് ചെയ്തോ. ന്യൂട്ടൺസ് മക്കൾസ് വേഗം ചാറ്റ് ബോക്സിൽ, നിങ്ങൾക്ക് അറിയാലോ, വേഗം ചാറ്റ് ബോക്സിൽ ഇട്ടോ. യെസ്. ഇഷ്ടമുള്ള കാര്യം വേണ്ടാന്ന് വെക്കുന്ന വേർഡാണ് യെസ്, സാക്രിഫൈസ്. എന്താണ് ആ വേർഡിന്റെ പേര്? സാക്രിഫൈസ് എന്നാണ് കേട്ടോ. നമുക്ക് വളരെ വാല്യൂ ഉള്ള സാധനം വേണ്ടാന്ന് വെക്കുന്നതാണ് സാക്രിഫൈസ് കേട്ടോ. അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ? ഈസ് സാക്രിഫൈസ്. നിങ്ങൾ ചെയ്യോ? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യോ? എന്തെങ്കിലും ചെയ്യോ? ഫ്രണ്ട്സിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യോ? അന്ന് വേഗം ഒരു കാര്യം സാക്രിഫൈസ് ചെയ്തോളൂ. 1 സെക്കൻഡ് എടുത്തിട്ട് വേഗം ഈ ലൈവിന്റെ വേഗം ലിങ്ക് പോയി ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യടാ. സാക്രിഫൈസ് ചെയ്യൂ നിങ്ങൾ. യെസ്. വേഗം ഷെയർ ചെയ്തിട്ട് പറയടാ, വാടാ നാളത്തെ എക്സാമിനുള്ള ക്വസ്റ്റ്യൻസ്. യെസ് സെറ്റ് ആണേ. അപ്പൊ നമ്മുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ കഴിഞ്ഞു മക്കൾ. ഇതാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് വായിക്കുക, ഉത്തരം എഴുതുക. പക്ഷെ നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോണേ? ക്വസ്റ്റ്യൻസ് വായിക്കുക, പാസേജ് വായിക്കുക, ഉത്തരം എഴുതുക. അപ്പൊ പാസേജോ പോമോ വരാൻ ചാൻസ് ഉണ്ട്. എന്ത് വന്നാലും എത്ര മക്കൾ അടിപൊളിയായിട്ട് എഴുതും, മിസ് ഞങ്ങൾക്ക് എന്താണെങ്കിലും പ്രശ്നമില്ല, ഞങ്ങൾ എഴുതും എന്നാണെങ്കിൽ മിസ്സിനെ നോക്കിയിട്ട് ഡബിൾ തംസ് അപ്പ് കാണിക്കുക. പിന്നെ കുറച്ച് എനർജിക്ക് വേണ്ടി കുറച്ച് ന്യൂട്ടന്റെ ആപ്പിളും കൂടി തരിക. ആപ്പിൾ കടിച്ച് മിസ് തിന്നട്ടെ. യെസ്. ഓക്കെ ആണ്. വേഗം ആപ്പിൾ തന്നോളൂ. ആപ്പിൾ തന്നാലേ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുള്ളൂ. റീഡിംഗ് കോംപ്രിഹെൻഷൻ കഴിഞ്ഞു കേട്ടോ നമ്മുടെ.
യെസ്, കിട്ടി. മിസ്സിന് ആവശ്യമുള്ള എനർജിക്കുള്ള ആപ്പിൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ മിസ്സിനെ അടുത്ത സെക്ഷൻ പോകുന്നു. ഓർത്ത് പറഞ്ഞ് റീഡിംഗ് കോംപ്രിഹെൻഷൻ കഴിഞ്ഞാൽ പിന്നെ എന്താ വരാൻ ചാൻസ്? യെസ്, കറക്റ്റ് ആൻസർ മക്കളെ. പിന്നെ വരുന്നത് എന്താണ്? ഗ്രാമർ ആണ് വരുന്നത് അല്ലെ? ഗ്രാമർ. മക്കൾക്ക് ഗ്രാമർ ഭയങ്കര ഈസി ഉള്ള ഗ്രാമർ ആണ് കേട്ടോ വരുന്നത്. ഗ്രാമറിൽ നിങ്ങൾക്ക് ആകെ വരുന്നത് എഡിറ്റിംഗ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ പറയും മിസ് ഞങ്ങൾക്ക് എഡിറ്റിംഗ് അറിയാം, ഞങ്ങൾ ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യും മിസ്, ഞങ്ങൾക്ക് അറിയാം എഡിറ്റിംഗ്. ഇവിടെ ഫോട്ടോ അല്ല എഡിറ്റ് ചെയ്യണ്ടേ, എന്താ എഡിറ്റ് ചെയ്യണ്ടേ? നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ്, ഒരു പാസേജ് തരും. പക്ഷെ അതിൽ എന്തുണ്ടടാ? കുറച്ച് തെറ്റുണ്ട്. നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് എന്തിനാ? അതൊന്ന് കറക്റ്റ് ആക്കാനല്ലേ നമ്മൾ. അപ്പൊ ആ തെറ്റുകൾ എന്ത് ചെയ്യും? കറക്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ വിചാരിക്കും തെറ്റ് നമ്മൾ കണ്ടുപിടിക്കണോ? തെറ്റ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട. തെറ്റ് അവർ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ അണ്ടർലൈൻ ചെയ്ത് തരും. നിങ്ങൾ അത് വായിച്ച് ആ തെറ്റ് എന്ത് ചെയ്താൽ മതി? കറക്റ്റ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ ചോദിക്കും മിസ്സേ ഏതൊക്കെയാ വരുന്ന തെറ്റുകൾ? മക്കളെ മെയിൻ ആയിട്ടുള്ള എറേഴ്സ്, തെറ്റുകൾ ഇതൊക്കെയാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെൻസിൽ എറർ വരാം. അപ്പൊ നിങ്ങൾ ചോദിക്കും മിസ് ടെൻസിൽ എറർ എന്താ? ടെൻസിൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ എപ്പോഴും ഏത് ടെൻസ് ഉപയോഗിക്കണം? യെസ്റ്റർഡേ എന്നാണ് ഒരു കാര്യം. ഒരു പാസേജിൽ യെസ്റ്റർഡേ എന്നുള്ളൊരു വാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് ടെൻസ് ഉപയോഗിക്കണം? പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം കേട്ടോ. പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. അതാണ് ടെൻസ് എറർ എന്ന് പറയുന്നത്. ഓക്കെ ആണേ? യെസ്. ഇനി ക്യാപിറ്റലൈസേഷൻ എറർ, അതായത് ചില സ്ഥലങ്ങളിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. എവിടെ അതൊക്കെ? യെസ്, നമ്മൾ നെയിം പറയുമ്പോൾ, ഒരാളുടെ നെയിം പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ഇപ്പൊ മിസ്സിന്റെ പേര് എന്താണ്? നല്ല ക്യൂട്ട് നെയിം. എന്താണ് മിസ്സിന്റെ പേര്? വിദ്യ. കണ്ടോടാ, മിസ് ഈ പേര് എഴുതിയപ്പോ നോക്കിയടാ, വി എങ്ങനെയാ മിസ് എഴുതിയേ? ക്യാപിറ്റൽ ലെറ്റർ എഴുതിയത്. സോ ഒരാളുടെ പേര് പറയുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ഇനി ഒരു സെന്റൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചോ. ഫോർ എക്സാമ്പിൾ, ഐ ആം ഹാപ്പി. ഞാൻ ഭയങ്കര ഹാപ്പി ആണ് കേട്ടോ. കാരണം എന്താ? എന്റെ മക്കൾ ഫുൾ സപ്പോർട്ടാണ് മിസ്സിന് തന്നുകൊണ്ടിരിക്കുന്നത്. ഐ ആം വെരി ഹാപ്പി. അപ്പൊ മിസ് ഈ സെന്റൻസ് എഴുതിയപ്പോ നോക്കിയടാ, ഫസ്റ്റ് ലെറ്റർ ദേ ക്യാപിറ്റൽ എഴുതി. ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ആൻഡ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. ഓ മൈ ഗോഡ്, മിസ് ഇവിടെ ഹാപ്പിക്ക് പകരം HEPPY ആണെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? മിസ്സേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഈ മിസ്റ്റേക്ക് ആണ്. യെസ്, അതാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കേട്ടോ. ഇനി പങ്ക്ച്വേഷൻ എറർ മീൻസ് എന്താണെന്നാടാ? നമ്മളിപ്പോ ഐ ആം ഹാപ്പി എന്ന് എഴുതിയിട്ട് മിസ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. എന്തിനാ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക്? അത് ചോദ്യമാണോ മിസ്സേ? ചോദ്യമല്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഒരു തെറ്റല്ലേ? ചോദ്യമല്ലാത്ത സ്ഥലത്ത് നമ്മൾ എന്തിടണം? ഫുൾ സ്റ്റോപ്പ് ഇടാവൂ. അപ്പൊ ഇതൊരു മിസ്റ്റേക്ക് ആണ്. ഇതാണ് കേട്ടോ പങ്ക്ച്വേഷൻ എറർ എന്ന് പറയുന്നത്. ഇനി വേർഡ് ഓർഡർ എറർ ഉണ്ട്. എടാ മക്കളെ, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഈ വേർഡ് ഓർഡർ ചെയ്യാം കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇങ്ങനെ ഗേൾ ബ്യൂട്ടിഫുൾ എന്ന് എഴുതിയിട്ട് ഈ രണ്ട് വേർഡും ഒരുമിച്ച് അണ്ടർലൈൻ ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്താ ചെയ്യണ്ടേ? വേർഡ് ഓർഡറിന്റെ എപ്പോ രണ്ട് വേർഡ് ഒരുമിച്ച് അണ്ടർലൈൻ ചെയ്യുന്നത് കാണുന്നോ അപ്പൊ മനസ്സിലാക്കണം അത് വേർഡ് ഓർഡറിലുള്ള എറർ ആണ്. നിങ്ങൾ എന്താ ചെയ്യണ്ടേ? സെക്കൻഡ് തന്നിരിക്കുന്ന വേർഡ് ആദ്യം എഴുതണം ആൻഡ് ഫസ്റ്റ് തന്നിരിക്കുന്ന വേർഡ് രണ്ടാമത് എഴുതണം. അപ്പൊ എങ്ങനെ എഴുതണം? ഗേൾ ബ്യൂട്ടിഫുൾ അല്ല, ബ്യൂട്ടിഫുൾ ഗേൾ എന്നാവുമ്പോ തെറ്റ് തിരുത്തി രണ്ട് വേർഡ് വന്നു കഴിഞ്ഞാൽ ഈസിയാണ്. ആൻഡ് ഇതൊരു ഉറപ്പായും വരുന്ന ഒരു എററാണ് കേട്ടോ, ഒരു എററാണ്. പിന്നെ പ്രൊനൗൺ എറർ. അപ്പൊ എന്താ മിസ് പ്രൊനൗൺ എറർ എന്ന് പറയുന്നേ? എടാ പ്രൊനൗൺ എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു ബോയിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അർജുൻ ഈസ് എ ഹാൻസം ബോയ്. എന്നിട്ട് ഞാൻ പറയാണ് ഷീ ഈസ് നോട്ടിന്ന്, ഷീന്ന്. തെറ്റല്ലേ? ആൺകുട്ടിയെ കുറിച്ച് പറയുമ്പോ എന്ത് യൂസ് ചെയ്യണം? ഹി യൂസ് ചെയ്യണം. പെൺകുട്ടിയെ കുറിച്ച് പറയുമ്പോ എന്ത് യൂസ് ചെയ്യണം? ഷീ യൂസ് ചെയ്യണം. ചിലപ്പോ അങ്ങനത്തെ എറർ വരാൻ ചാൻസ് ഉണ്ട്. ഒരു ബോയിനെ കുറിച്ച് പറഞ്ഞ് അവസാനം ഇടയിൽ വെച്ച് അവര് ഷീന്ന് ചേർക്കും. തെറ്റല്ലേ? അത് തെറ്റല്ലേ? തിരുത്തണം നമ്മള്. യെസ്. പിന്നെ പ്രിപ്പോസിഷൻ എറർ, അതായത് ഇപ്പൊ നമ്മള് ഓൺ വേണ്ട സ്ഥലത്ത് എഴുതും. അങ്ങനെയുള്ള ചെറിയ എറേഴ്സ് പ്രിപ്പോസിഷൻ എറർ കേട്ടോ. ഇങ്ങനത്തെ എറേഴ്സ് ആണ് വരാനായിട്ട് മെയിൻ ആയിട്ടും സാധ്യത. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ വേഗം ഇതൊന്ന് കണ്ടുപിടിച്ചേടാ. ഇതിലെ മിസ്റ്റേക്ക് ഒന്ന് വേഗം കണ്ടുപിടിച്ചോളൂ കേട്ടോ. യെസ്, ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. എഡിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. വേഗം ഒന്ന് കണ്ടുപിടിച്ചേ. ABCDE. വേഗം മിസ് പറഞ്ഞ ഈ എറേഴ്സ് മനസ്സിലാലോചിക്കുക, എന്നിട്ട് കണ്ടുപിടിക്കുക. എന്റെ ആൻസർ അവിടെ കമന്റ് ചെയ്തോ. യെസ്. Yesterday my friend and I go to a park.
We played cricket and had lot of fun. My friend hit the ball and ran fast very. Fast very എന്നുള്ളത് 2 വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ് 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 കിട്ടിയവര് ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. കിട്ടിയവര് ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. യൂട്യൂബ് മക്കൾസ് വേഗൂടാട്ടോ വേഗൂടാ. യെസ് 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 മക്കളെ യെസ്റ്റർഡേ ഇന്നലെ. ഇന്നത്തെ കാര്യമാണ് പറയുന്നേ, കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നേ. ഇന്നലെ മൈ ഫ്രണ്ട് ആൻഡ് ഐ, ഞാനും എൻ്റെ കൂട്ടുകാരനും ഗോ ടു എ പാർക്ക്. ഗോ മിസ്റ്റേക്ക് ഉണ്ടെന്നാ പറയുന്നത്. എന്താണ് മിസ്റ്റേക്ക് മിസ് നോക്കട്ടെ ചാറ്റ് ബോക്സിൽ ഇട്ടോ. യെസ് 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 മിസ്സേ ഗോയല്ല മിസ്സേ കഴിഞ്ഞു പോയ കാര്യമാണ്. കറക്റ്റ് കേട്ടോ. യെസ് ഗോയല്ല വെന്റ് ആണ് ആൻസർ. അപ്പൊ എന്തുകൊണ്ടാ വെന്റ് വന്നത്? കഴിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? വെന്റ് എന്നാണ് എഴുതണ്ടേ. പോയി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? വെന്റ് എന്ന് എഴുതണം കേട്ടോ. ഓക്കെ ആണ്. യെസ്റ്റർഡേ മൈ ഫ്രണ്ട് ആൻഡ് ഐ വെന്റ് ടു എ പാർക്ക്. കഴിഞ്ഞു പോയി, അതായത് ഞങ്ങൾ പോയി എന്ന് പറയുമ്പോൾ വെന്റ് എന്ന് എഴുതണം. നെക്സ്റ്റ് ബിയുടെ ആൻസർ വേഗം ഒന്ന് കമന്റ് ചെയ്ത്. വി എന്താണ് വീക്കുള്ള തെറ്റ്? വേഗം കമന്റ് ചെയ്തോളൂ വേഗം. യെസ് മക്കളെ പുതിയൊരു സെന്റൻസ് തുടങ്ങാണ്. അപ്പൊ ഫസ്റ്റ് ലെറ്റർ ഷുഡ് ബി ക്യാപിറ്റൽ. കറക്റ്റ് ആൻസേഴ്സ് ആണ് പറയുന്നത്. വെരി ഗുഡ്. വി പ്ലേഡ്. സിയുടെ ആൻസർ വേഗം പറഞ്ഞു. വി പ്ലേഡ്. അവിടെ തന്നിരിക്കുന്നത് CRIKT ക്രിക്കറ്റ്. വേഗം കമന്റ് ചെയ്തോ. യെസ് അയ്യോ മിസ്സേ ആ ക്രിക്കറ്റ് അല്ല. യെസ് എന്താണ് പ്രശ്നം? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നോക്കിയേ. CRICKET ക്രിക്കറ്റ്. ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. CRICKET ക്രിക്കറ്റ്. അത് നിങ്ങൾ ശരിയാക്കുക. എല്ലാവർക്കും ക്രിക്കറ്റ് ഇഷ്ടമല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. ശരിയാക്കും അല്ലേ? അപ്പൊ സി കിട്ടി. ഇത് നോക്കിയേ ഡി എന്താ തന്നിരിക്കുന്നത് നോക്കിയേ. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് തെറ്റാണെന്നാ പറയണേ. അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? അത് ക്വസ്റ്റ്യൻ അല്ല, സാധാ സെന്റൻസ് ആണ്. നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ മാർക്ക് മാറ്റിയിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കുക. ആൻസർ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. എ എന്ന് എഴുതാ, ഗോ എന്ന് എഴുതാ, അതിന് നേരെ വെന്റ് ആക്കുക. ബി എന്ന് എഴുതാ, വി എന്ന് എഴുതാ, അതിന് നേരെ ക്യാപിറ്റൽ വി എഴുതാ. ഓക്കെ ആണ്. ക്യാപിറ്റൽ W എഴുതാ കേട്ടോ. ക്രിക്കറ്റ് എന്ന് എഴുതാ, കറക്റ്റ് സ്പെല്ലിംഗ് എഴുതാ. ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, അതിന് നേരെ ഒരു ആരോ ഇട്ടിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കുക. കറക്റ്റ് ആണ്. ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മിസ്സിന് അറിയാം. 2 വേർഡ് ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ എന്തെളുപ്പാ വേഗം. വെരി ഫാസ്റ്റ്. നിങ്ങളും ഭയങ്കര ഫാസ്റ്റ് ആണ് കേട്ടോ. നോക്കിക്കോ, നമ്മൾ എന്താ 2 വേർഡ് ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ സെക്കൻഡ് വേർഡിനെ ഫസ്റ്റ് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ കൊണ്ടുവന്നു വെരി. ഫസ്റ്റ് വേർഡിനെ സെക്കൻഡ് കൊണ്ടുവരാം ഫാസ്റ്റ്. വെരി ഫാസ്റ്റ് വെരി അല്ല, വെരി ഫാസ്റ്റ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ആൻസേഴ്സ് വരുന്നത്. കിട്ടിയല്ലോ. യെസ് കിട്ടി. അപ്പൊ നിങ്ങൾ പറയും മിസ് ഒരെണ്ണം കൂടി പ്ലീസ്. മിസ്സിന് അറിയാം. എടാ മിസ് ഒത്തിരി തളർന്ന് എന്ത് വേണം മിസ്സിന്? ആപ്പിൾ വേണം. വേഗം മിസ്സിന് ആപ്പിൾ തന്നെ. യെസ്. അപ്പൊ ഒരെണ്ണം കൂടി നമുക്ക് ചെയ്യാടാ. ഇതും കൂടി നമുക്ക് ചെയ്യാം കേട്ടോ. ഒരു എഡിറ്റിംഗും കൂടി ചെയ്യാം. യെസ് ഒന്ന് വേഗം വായിച്ചോളൂ. On 10th May 1993, a girl young. എൻ്റെ പൊന്നെ ഫസ്റ്റ് തന്നെ ഈസി ആയിട്ടുള്ളതാ വന്നിരിക്കുന്നത്. ഗേൾ യങ് എന്നാ പറഞ്ഞിരിക്കുന്നത്. 2 വേർഡ് ഒരുമിച്ച് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഒന്നും നോക്കാനില്ല. സെക്കൻഡ് വേർഡിനെ ഫസ്റ്റ് എഴുതാണ് യങ് എന്ന്, ഫസ്റ്റ് വേർഡിനെ സെക്കൻഡ് എഴുതാണ് ഗേൾ എന്ന്. വായിച്ചു പോലും നോക്കണ്ട, ആൻസർ കറക്റ്റ് ചെയ്തു കേട്ടോ. യെസ്. യങ് ഗേൾ ഓഫ് ഹിമാചൽ പ്രദേശ് കോൾഡ് ഡിക്കി. പേരെന്താ? ഡിക്കി തെറ്റാണ്. എന്താ? പേര് കൊള്ളില്ലേ? പേര് കൊള്ളാം. പിന്നെ എന്താണ് പ്രശ്നം? പേര് കൊള്ളാം. എന്താണ് പ്രശ്നം? വേഗം ഒന്ന് കമന്റ് ചെയ്ത്. എന്താണ് പ്രശ്നം? യെസ് കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് മക്കളെ. ഡി എന്താണ്? ഡി ക്യാപിറ്റൽ വരണം കേട്ടോ. ഡി ക്യാപിറ്റൽ ഒരാളുടെ പേരല്ല. അപ്പൊ എന്താണ്? ഡി ക്യാപിറ്റൽ വരണം കേട്ടോ. അതാണ് തെറ്റ്. കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് ആണ്. ഇനി സി നോക്കിക്കോടാ. സി നോക്കിക്കോ. ഡിക്കി ഡോൾമാ സെറ്റ് എ വേൾഡ് റെക്കോർഡ് വെൻ ഹീ എന്ന് വന്നപ്പോഴേ നമുക്ക് ആളെ പിടികിട്ടി. എന്താണ്? യങ് ഗേളിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഗേളിനെ കുറിച്ച് പറയുമ്പോ ഹീ ആണോ? തെറ്റാണ്. എന്താണ്? ഗേളിനെ കുറിച്ച് പറയുമ്പോ എന്താണ്? വേഗം കമന്റ് ചെയ്തു. ഗേളിനെ കുറിച്ച് പറയുമ്പോ ഷീ ആണ്. മിസ്സിനൊന്നും അറിയില്ല. യെസ് ഗേളിനെ കുറിച്ച് പറയുമ്പോ ഷീ എഴുതണം കേട്ടോ. became the youngest woman on the world ആണോ? ഓൺ ദ വേൾഡ് അല്ല, ഓൺ അല്ല,
ഇൻ ദ വേൾഡ്, ഈ ലോകത്തിന്റെ ഉള്ളിൽ, വേൾഡിന്റെ ഉള്ളിൽ. ഓൺ ദ വേൾഡ് അല്ല, ഓൺ തെറ്റാണ്, ഇൻ ദ വേൾഡ് കറക്റ്റ് ആണ് കേട്ടോ പറയുന്നത്. ഈ ക്ലൈംബ്, ക്ലൈംബിന് എന്താടാ മക്കളെ മിസ്റ്റേക്ക്? ക്ലൈംബിന് എന്താടാ മിസ്റ്റേക്ക്? യെസ് യെസ് യെസ്, ക്ലൈംബിന്റെ സ്പെല്ലിംഗ് തെറ്റാണ് മിസ്സേ. ഇതാണ് ക്ലൈംബിന്റെ കറക്റ്റ് സ്പെല്ലിംഗ്. ദേ എഴുതിയിരിക്കുന്നു മിസ് ക്ലൈംബിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് കേട്ടോ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമ്മൾ അത്രയും നമ്മൾ ചെയ്തു. ഇനി മിസ് ഒരെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട്, വേഗം നോക്കിക്കോളൂ. മൈ ഈസ് നെയിം. മിസ്സേ പൊട്ടത്തെറ്റ്, ഈസ് നെയിം അല്ല മിസ്സേ. എന്താണ് ഈസ് നെയിം അല്ല? രണ്ട് വേർഡ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ വേർഡ് സെക്കൻഡ് എഴുതണം. മൈ നെയിം ഈസ് കറക്റ്റ് ആക്കിയല്ലോ. ഐ നോ, ഐ തെറ്റാണ്. എന്താണ് ഐ തെറ്റ്? ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. ഐ കറക്റ്റ് ആണ് കേട്ടോ. I am 10 years old. My best friend. ഫ്രണ്ട് തെറ്റാണ്. എന്താണ് നിങ്ങൾക്ക് അറിയാലോ? യെസ്, എന്താണ് ഫ്രണ്ട് തെറ്റ്? വേഗം എഴുതിയ. ഫ്രണ്ടിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ നിങ്ങൾ പോയി. യെസ്, എന്താണ് മിസ്സേ? ഫ്രണ്ടിന്റെ സ്പെല്ലിംഗ് FRIEND, ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. യെസ്, ഷീ ഈസ് ആൻ ഗുഡ് ഗേൾ. ആനോ? ആൻ എവിടെ ഉപയോഗിക്കണ്ടേ? ആൻ വവ്വൽസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ആപ്പിൾ എന്നൊക്കെ പറയുമ്പോഴാണ് ആൻ ആപ്പിൾ അങ്ങനെ പറയുന്നത് കേട്ടോ. ഇത് ജിയിലല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പൊ ആൻ അല്ല എ മതി കേട്ടോ. യെസ്, വി ഗോ ബൈ സ്കൂൾ ടുഗെദർ. ഗോ ബൈ സ്കൂൾ അല്ല, സ്കൂളിലേക്ക് ഒരുമിച്ചാ പോകുന്നത്. സ്കൂളിലേക്ക്. ഈ ലേക്ക് എന്നുള്ള അർത്ഥം വരുമ്പോൾ നമ്മൾ എന്താ ചേർക്കണ്ടേ? ടു ആണ് ട്ടോ ചേർക്കണ്ടേ. എന്താ ചേർക്കണ്ടേ? ടു ആണ് ട്ടോ ചേർക്കണ്ടേ. അപ്പൊ ബൈ അല്ല, ടു ആണ്. ഓ മൈ ഗോഡ് മക്കളെ, ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദേ എഡിറ്റിംഗ് നമ്മൾ 3 എണ്ണം ചെയ്തു, അടിപൊളിയായി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ആണോ? ഗ്രാമർ ഓക്കെ ആണോ? എഡിറ്റിംഗ് ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. ഇതൊക്കെയാണ് മിസ്റ്റേക്സ് വരാനായിട്ട് ചാൻസ് ഉണ്ടാവുക കേട്ടോ. ഇതൊക്കെയാണ് മിസ്റ്റേക്സ് വരാനായിട്ട് ചാൻസ് ഉണ്ടാവുക. യെസ്, ഓക്കെ ആണല്ലോ. സെറ്റ് ആണ് മിസ്സേ. ഇതാണോ എക്സാം? യെസ്, ഇതാണോ എക്സാം? ഇതൊക്കെ എനിക്ക് അറിയാം. യെസ്, വെരി ഗുഡ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധന എന്താ? പസിൽ ഇഷ്ടല്ലേ? ഒരു പസിൽ എന്തായാലും എക്സാമിന് ഉണ്ടായിരിക്കും കേട്ടോ. ഒരു പസിൽ ഉണ്ടായിരിക്കും, സിമ്പിൾ പസിൽ ആയിരിക്കും. കൃത്യമായിട്ട് പസിൽ സോൾവ് ചെയ്യണോട്ടോ. ചെയ്യോ? യെസ്, ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പസിൽ വരിക. ഇങ്ങനെ ഒരു പസിൽ വരും കേട്ടോ. അപ്പൊ നോക്കിക്കോ, പസിലിലെ ക്ലൂസ് അതിന്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും മക്കളെ. എക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്രോസ് എന്ന് പറഞ്ഞാൽ നേരെ പോകുമ്പോഴാണ് എക്രോസ്. ഇത് ഇവിടെ നോക്കിക്കോ, ഇതൊക്കെ എക്രോസാ. A1 എക്രോസാ, B എക്രോസാ, C എക്രോസാ. ഓക്കെ, ABC എക്രോസ് കറക്റ്റ് ആണല്ലോ. ഡൗൺ എന്ന് പറഞ്ഞാൽ താഴേക്ക്. താഴേക്ക് നോക്കിക്കോ, D താഴേക്ക് എഴുതേണ്ടതാ, E താഴേക്ക് എഴുതേണ്ടതാ. അതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൗൺ എന്ന് പറയുന്നത് കേട്ടോ. യെസ്, അപ്പൊ പറഞ്ഞ പോലെ ഡിയും ഇയും താഴേക്കാണ്. ഇനി നമ്മൾ ഓരോ ക്ലൂ ആയിട്ട് വായിക്കാൻ പോവാണ്. The sun and stars do this in the sky. സണ്ണും സ്റ്റാർസും ഇത് സ്കൈയിൽ ചെയ്യും. എന്താണ് സണ്ണും സ്റ്റാർസും സ്കൈയിൽ ചെയ്യുന്നത്? ആൻസർ കിട്ടിയവർ വേഗം ഒന്ന് പറഞ്ഞേ. സണ്ണും സ്റ്റാർസും സ്കൈയിൽ ചെയ്യുന്നത് എന്താണ് അവർ സ്കൈയിൽ ചെയ്യുന്നത്? അപ്പൊ ഒരു കാര്യമുണ്ട്, നമുക്ക് എ ഒന്ന് എടുത്തു നോക്കാം. നോക്കുമ്പോൾ എസ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നേ, ഇയിലാണ് എൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. സണ്ണും സ്റ്റാറും സ്കൈയിൽ ചെയ്യും, എസ്സിൽ തുടങ്ങും, ഇയിൽ എൻഡ് ചെയ്യും. അതെന്താണ്? യെസ്, എന്റെ മക്കളെ എല്ലാവർക്കും ആൻസർ കിട്ടി. എന്താണ് കാര്യം? അവര് ചെയ്യുന്നത് ഷൈന ചെയ്യുന്ന. മിസ്സിനെ പോലെ എന്താ ചെയ്യുന്നത്? ഷൈന ചെയ്യുന്നത്. ഷൈൻ, SHINE, തിളങ്ങുക അല്ലേ? സണ്ണും സ്റ്റാർസും എന്താ ചെയ്യുന്നത്? ഷൈന ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ പസിലിന്റെ ക്ലൂ വായിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ഓടി വന്ന് ഇവിടെ നോക്കണം. ഇവിടെ ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ അത് വെച്ച് ചിന്തിച്ചാൽ മതി, ആൻസർ എളുപ്പത്തിൽ കിട്ടും കേട്ടോ. യെസ്, ഇനി നമുക്ക് അടുത്ത് നോക്കാം. എ പാത്ത് വെയർ ട്രെയിൻ റൺ. പഠിച്ചിട്ടില്ലേ? ട്രെയിൻ പോകുന്ന പാത്ത്. പോകുന്നു ട്രെയിൻ പോകുന്ന വഴിയെ പറയുന്ന പേരെന്താണ്? ബി. നോക്കിക്കോ, ബി. ടീയിലാണ് തുടങ്ങുന്നത്. ട്രെയിൻ പോകുന്ന വഴിച്ചോ, ഞങ്ങൾ ലിറ്റിൽ ട്രെയിനിന്റെ പാഠത്തിൽ പഠിച്ചതാണല്ലോ. ട്രാക്ക് മക്കളെ. എന്താണ്? TRACK, ട്രാക്ക് കേട്ടോ. യെസ്, എല്ലാവരും പറയുന്നുണ്ട്. അടിപൊളി കേട്ടോ. സെറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കിക്കോ. എ ഫണ്ണി പെർഫോമർ ഇൻ എ സർക്കസ്. അതും പഠിച്ചിട്ടുണ്ട് ലിറ്റിൽ ട്രെയിനിന്റെ ചാപ്റ്ററിൽ. എന്താണ് ഫണ്ണി ആയിട്ട് സർക്കസിൽ പെർഫോം ചെയ്യുന്ന ആൾ ആരാണ്?
സി ആണ്, സി ആണ്. ദേ സ്റ്റാർട്ടിങ് ഉണ്ട്, എൻഡിങ് ഉണ്ട്. ഏതാണ് ആള്? യെസ്, യു ഗോട്ട് ഇറ്റ്. ക്ലൗൺ ആണ് ആൻസർ കേട്ടോ. ക്ലൗൺ ആണ് ആൻസർ കേട്ടോ. ക്ലൗൺ കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്. അപ്പൊ മക്കളെ നമ്മൾ എക്രോസ് വരുന്ന 3 എണ്ണവും നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്തു. ഇനി ഡൗൺ വരുന്ന 2 എണ്ണം നോക്കാം. ദ പ്ലേസ് വെൻ യു ക്യാച്ച് എ ട്രെയിൻ. ട്രെയിൻ പിടിക്കാൻ പോകുന്ന സ്ഥലം ഏതാണ്? ട്രെയിൻ പിടിക്കാൻ പോകുന്ന സ്ഥലം ഏതാ? ഡി ആണ്, ഡി ആണ്. അപ്പൊ നമുക്ക് ഡി നോക്കാം. എസ്സിലാ തുടങ്ങുന്നേ, എന്നിൽ അവസാനിക്കുന്ന. ശേ, അച്ഛൻ ഇന്നലെ പറഞ്ഞല്ലോ അവിടെ പോണോന്ന്. എവിടെയാ പോണ്ടേ? എവിടെയാ പോണ്ടേ? ഒന്ന് കമന്റ് ചെയ്തേ. ട്രെയിൻ പിടിക്കാൻ ട്രെയിനെ പിടിക്കാൻ നമ്മൾ പോകുന്നത്. ട്രെയിൻ പിടിക്കാന്നല്ല, ട്രെയിൻ കേറാൻ നമ്മൾ പോകുന്ന സ്ഥലം ഏതാടാ? എസ്സിൽ തുടങ്ങി എന്നിൽ അവസാനിക്കുന്നത്. യെസ്, കറക്റ്റ് ആൻസർ സ്റ്റേഷൻ. എന്താടാ? സ്റ്റേഷൻ കേട്ടോ. സ്പെല്ലിംഗ് അറിഞ്ഞിരിക്കണേ. സ്റ്റേഷന്റെ ഒക്കെ സ്റ്റേഷൻ. മെയിൻ ആയിട്ട് ഇങ്ങനത്തെ വേർഡ്സ് പഠിച്ചു വെച്ചോ, ട്രെയിനുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന വേർഡ്സ് കേട്ടോ. യെസ്, അപ്പൊ അതും കിട്ടി നമുക്ക്. എ ടോയ് ദാറ്റ് ലുക്സ് ലൈക്ക് എ ബോയ് ഓർ ഗേൾ. ഒരു ടോയ് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാകും. അതിനെ കണ്ടാൽ ഒന്നില്ലെങ്കിൽ ബോയിനെ പോലെ അല്ലെങ്കിൽ ഗേളിനെ പോലെ ഇരിക്കുന്ന ടോയിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇപ്പൊ തന്നെ ഗേൾസ് ഒക്കെ പറയും. അപ്പൊ ബോയ്സും പറയും. യെസ്, വേഗം പറഞ്ഞോ. യെസ്, ബോയിനെയും ഗേളിനെയും പോലെ എല്ലാവരും എടുത്തുണ്ടൊക്കെ നടക്കും. എന്താണത് നോക്കാം നമുക്ക്. ഈ എന്താന്ന് നോക്കാമേ. ഓ ഉണ്ട് അതിന്റെ ഉള്ളില്. യെസ്, കറക്റ്റ് ആൻസർ മക്കളെ. ഡോൾ ആണ് കേട്ടോ, ഡോള്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും പസിൽ വരുന്നത് കേട്ടോ. പസിൽ വരുന്നത് നിങ്ങൾ ആൻസർ എഴുതുമ്പോ ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. എ എന്ന് എഴുതാ. അതെ നോക്കിയേ, എ എന്ന് എഴുതാ. സൺ ആൻഡ് സ്റ്റാർസ് ഡു ഇൻ ദ സ്കൈ. അപ്പൊ നിങ്ങൾ പസിൽ വരച്ചൊന്നും എഴുതാൻ നിൽക്കണ്ട, സമയം പോകും അത്രയും. എ എന്ന് എഴുതാ, എന്നിട്ട് ആൻസർ എഴുതുക. ഷൈൻ. ബി എന്ന് എഴുതാ. എ പാത്ത് വെയർ ട്രെയിൻ റൺസ്. അപ്പൊ ട്രെയിൻ പോകുന്നത് ഏതാണ്? ട്രാക്ക്. ആൻസർ അങ്ങനെ എഴുതി പോയാൽ മതി കേട്ടോ, അല്ലാതെ പസിൽ വരച്ചൊന്നും ആരും എഴുതണ്ട. ഓക്കെ ആണല്ലോ? പസിൽ ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രാമർ സെക്ഷൻ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാം? മെയിൻ ആയിട്ടും എഡിറ്റിംഗും ചോദിക്കാം. ആൻഡ് പസിൽ ഗ്രാമർ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പസിലും ചോദിക്കാം കേട്ടോ. ഓക്കെ ആണേ? കഴിഞ്ഞു മിസ്സേ, കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ദേ വരുന്നു ഡിസ്കോഴ്സസ്. ഡിസ്കോഴ്സസ് അവിടെ തന്നെ മിസ് കൊടുത്തിട്ടുണ്ട്. റൈറ്റിംഗ്, ഇതിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. യെസ്, എല്ലാവരും മിസ്സിന് ആപ്പിൾ തന്നു. അറിയാല്ലേ, ഓരോ സെക്ഷൻ കഴിയുമ്പോഴും മിസ്സിന് ഒന്ന് എനർജി വരുത്തണം എന്നറിയാം. യെസ്, അപ്പൊ മക്കളെ ഇതിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. ഏതാണ്? ഡിസ്കോഴ്സസ്. ദാറ്റ് മീൻസ് റൈറ്റിംഗ് സെക്ഷൻ. നമ്മൾ പോവാണ് റൈറ്റിംഗ് സെക്ഷനിലേക്ക്. മക്കളെ എന്തൊക്കെയാ മിസ് റൈറ്റിംഗിൽ? എനിക്ക് പേടിയാ മിസ്, എന്തൊക്കെ ചോദിക്കും? ദേ വരുന്നു. ആകെ 4 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി. എന്തൊക്കെയാ അത്? തോട്ട്സ്. തോട്ട്സ് മീൻസ് എന്താണ്? ചിന്തകൾ. ചിന്തകൾ. യെസ്, തോട്ട്സ് ചോദിക്കാം. കോൺവെർസേഷൻ ചോദിക്കാം. 2 പേര് തമ്മിലുള്ള സംസാരം ചോദിക്കാം. പിക്ചർ സ്റ്റോറി. ഒരു പിക്ചർ തന്നിട്ട് അത് വെച്ചൊരു സ്റ്റോറി ഉണ്ടാക്കാൻ പറയാം. ലാസ്റ്റ് വൺ പിക്ചർ ഡിസ്ക്രിപ്ഷൻ. ഒരു പിക്ചർ തന്നിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയാം. ഇത് 4 എണ്ണമാണ് ഷുവർ ക്വസ്റ്റ്യൻ. ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ 4 എണ്ണം. തോട്ട്സ്, കോൺവെർസേഷൻ, പിക്ചർ സ്റ്റോറി, പിക്ചർ ഡിസ്ക്രിപ്ഷൻ. സെറ്റ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? തോട്ട്സ് പഠിക്കണം അല്ലെ? തോട്ട്സ് നമുക്ക് നോക്കിയാ ഏതൊക്കെയാ വരാൻ ചാൻസ് ഉള്ള തോട്ട്സ് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ തോട്ട്സ്. കണ്ടോ മക്കളെ, നിങ്ങൾ തോട്ട്സ് എഴുതുമ്പോണ്ടല്ലോ ഈ ഒരു ഇതിൽ എഴുതിക്കോ കേട്ടോ. എങ്ങനെയാ? ഇങ്ങനെ ബബിൾ പോലെ വരച്ചിട്ട് ഇങ്ങനെ 1-2 ബബിളൊക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതാണ് തോട്ട്സ്. ചിന്തിക്കുകയാണ്. ഓ മൈ ഗോഡ്, യെസ്. കണ്ടോ ചിന്തിക്കുന്നുണ്ടോ? 2 പേരും കൂടി ഇരുന്നിട്ട് ചിന്തിക്കുന്നുണ്ടോ? അവര് ചിന്തിക്കാണ്. നിങ്ങൾ അതേപോലെ ചിന്തിച്ചിരിക്കരുത്, വേഗം ആൻസർ എഴുതണം. ദേ നോക്കിക്കോളൂ. ഇതാരാടാ? ഓർക്കുന്നുണ്ട്? ഇത് ഏത് ചാപ്റ്ററിലാ? കറക്റ്റ്, നമ്മുടെ ചെസ്റ്റർവുട്ടൻ അല്ലേ? ചെസ്റ്റർവുട്ടൻ സ്കൂളിൽ പോകാൻ നിൽക്കാണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കണം കേട്ടോ. ചെസ്റ്റർ കുഡ് നോട്ട് സ്ലീപ് ദാറ്റ് നൈറ്റ്. ചെസ്റ്ററിന് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ലടാ. എന്താണ് ഉറങ്ങാൻ പറ്റാഞ്ഞേ? ടുമോറോ ഈസ് മൈ ഫസ്റ്റ് ഡേ ടു സ്കൂൾ. സ്കൂളിൽ പോകേണ്ട ആദ്യത്തെ ദിവസമാണ്. ഹി ഫെൽറ്റ് ലേസി. അവന് മടിയായി. ചെസ്റ്റർ വാസ് വറീഡ് ആൻഡ് അപ്സെറ്റ്. നിങ്ങളെയൊക്കെ പോലെ തന്നെ അല്ലേ? ഇന്ന് എക്സാം, നാളെ ഇന്ന് രാത്രി ഉറങ്ങോ? ഉറങ്ങിക്കോ. നിങ്ങൾ സമാധാനമായിട്ട് ഉറങ്ങിക്കോട്ടെ, നിങ്ങൾക്ക് പേടിയൊന്നും വേണ്ട. ചെസ്റ്ററിന് പക്ഷെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഭയങ്കര പേടി. അയ്യോ സ്കൂളിൽ പോകാൻ വയ്യേ. ഹി വാണ്ടഡ് ടു സ്റ്റേ അറ്റ് ഹോം. അവന് വീട്ടിൽ നിൽക്കണം. ആൻഡ് പ്ലേ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കണം. അപ്പൊ ചെസ്റ്ററിന്റെ തോട്ട്സ് എന്തൊക്കെയായിരിക്കും? റൈറ്റ് ഡൗൺ ചെസ്റ്റേഴ്സ് തോട്ട്സ്. ചെസ്റ്ററിന്റെ തോട്ട് എഴുതിക്കോ. തോട്ടിൽ അവര് തന്നെ ക്ലൂ തന്നിട്ടുണ്ട്. ഇതേപോലെ ക്ലൂ ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ. എന്താണ്? ഡസ് ചെസ്റ്റർ ലൈക്ക് ടു ഗോ ടു സ്കൂൾ? വിൽ ഹി മിസ് ഹിസ് ഹോം? ഹോം മിസ് ചെയ്യോ?
വാട്ട് വിൽ ഹി തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്സ് ഇൻ ദ ഫോറസ്റ്റ്, ഫ്രണ്ട്സിനെ കുറിച്ച് എന്തൊക്കെ ചിന്തിക്കും, ഇതൊക്കെ ആയിരിക്കും അവൻ ചിന്തയിൽ ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം ചെസ്റ്റർ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. യെസ് മകളെ, മിസ് ഇങ്ങനെ ഒരു ബോക്സ് ആക്കിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ഇതിങ്ങനെ ഇങ്ങനെ 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 ബബിളൊക്കെ കൊടുത്ത് ഇങ്ങനെ എഴുതിക്കോളൂ കേട്ടോ. അതായത് തോട്ടല്ലേ, അപ്പൊ അങ്ങനെയൊക്കെ എഴുതിക്കോളൂ. ഓക്കെ ആണേ. അപ്പൊ ചെസ്റ്റർ ആലോചിക്കാണ് കേട്ടോ. ടുമോറോ ഇസ് മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. അപ്പൊ അതേ ക്വസ്റ്റ്യൻ എവിടെന്നാ കിട്ടിയത്, ദേ കിടക്കുന്നു. സ്റ്റാർട്ടിങ് അവിടെ തന്നെ തന്നിട്ടുണ്ട്, നിങ്ങൾ അതങ്ങോട്ട് കോപ്പി ചെയ്തോ. ടുമോറോ ഇസ് മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ദൈവമേ, എന്റെ ആദ്യത്തെ ദിവസമാണ് സ്കൂളിലേക്ക്. ഓക്കെ, ദൈവമേ എന്റെ ആദ്യത്തെ ദിവസമാണ്. ഐ ആം ഫീലിംഗ് വറീഡ് ആൻഡ് അപ്സെറ്റ്. എനിക്ക് മക്കളെ, നിങ്ങളാണ് ചെസ്റ്റർ എന്ന് വിചാരിക്കണം കേട്ടോ. തോട്ട് എഴുതാൻ പറഞ്ഞാൽ നിങ്ങളാണ് ആളെന്ന് വിചാരിക്കണം. അപ്പൊ ഐ ഉപയോഗിച്ച് പറയണം കേട്ടോ. ഐ ആം ഫീലിംഗ് വറീഡ് ആൻഡ് അപ്സെറ്റ്. എനിക്ക് പേടിയാകുന്നു. ഐ റിയലി ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് പോകണ്ട സ്കൂളിൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോ, ഇത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എങ്ങനെയാ പറയണ്ടേ? ഐ റിയലി ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ഡോണ്ട് വാണ്ട്, എനിക്ക് പോകണ്ട. ഐ വിഷ് ഐ കുഡ് സ്റ്റേ അറ്റ് ഹോം. എനിക്ക് വീട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹമാണ്. ആൻഡ് സ്പെൻഡ് ദ ഡേ പ്ലേയിങ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഫ്രണ്ട്സിന്റെ കൂടെ കളിക്കണം. എന്നിട്ട് മിസ് ചെയ്യുന്ന കാര്യം ഒന്ന് പറഞ്ഞേ. ഐ വിൽ മിസ് മൈ ഹോം ആൻഡ് ദ കംഫർട്ട് ഓഫ് ബീങ് ഹിയർ. എനിക്ക് വീടിനെ മിസ് ചെയ്യും, ഇവിടെ നിൽക്കുന്ന ആ കംഫർട്ട് എനിക്ക് മിസ് ചെയ്യും. വാട്ട് വിൽ സ്കൂൾ ബി ലൈക്ക്. എന്നിട്ട് ദേ ഇത് നിങ്ങൾക്ക് ചെയ്യാട്ടോ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. അതായത് വേറൊരാളോടല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നേ, നിങ്ങൾ സ്വയം ക്വസ്റ്റ്യൻ ചോദിക്കാണ്. വാട്ട് വിൽ സ്കൂൾ ബി ലൈക്ക്. സ്കൂൾ എങ്ങനെ ആയിരിക്കും? വിൽ ഐ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ദെയർ. എനിക്ക് പുതിയ ഫ്രണ്ട്സിനെ കിട്ടോ? ഐ വിൽ ഷുവർലി തിങ്ക് അബൌട്ട് മൈ ഫ്രണ്ട്സ് ഇൻ ദ ഫോറസ്റ്റ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് ഞാൻ ഉറപ്പായിട്ടും ആലോചിക്കും. ഐ വിൽ മിസ് പ്ലേയിങ്, ടോക്കിംഗ് ആൻഡ് ഹാവിങ് ഫൺ വിത്ത് ദം. എനിക്ക് ഉറപ്പായിട്ട് അവരെയൊക്കെ മിസ് ചെയ്യും. പ്ലേ ചെയ്യുന്നതും അവരായിട്ട് സംസാരിക്കുന്നതും അവരായിട്ട് ഫണ്ണൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതൊക്കെ ഞാൻ മിസ് ചെയ്യും. ഐ വിഷ് ടുമോറോ വുഡ് നെവർ കം. മക്കളെ നോക്കിയടാ, ഞാൻ ആഗ്രഹിക്കുന്നു നാളെ വരാതിരുന്നെങ്കിൽ, നാളെ എന്നുള്ളൊരു ദിവസം ഉണ്ടാവാതിരുന്നെങ്കിൽ. ആലോചിക്കാറില്ലേ? മിസ് ആലോചിക്കാറുണ്ട് കേട്ടോ. എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതൊക്കെ വരുമ്പോൾ മിസ് ദൈവമേ നാളെ ഉണ്ടാവാതിരുന്നെങ്കിൽ എന്ന് ആലോചിക്കും. പക്ഷെ നാളെ വരും അല്ലേ? നിങ്ങൾ ആലോചിക്കണ്ടോ നാളെ ഉണ്ടാവാതിരുന്നെങ്കിൽ എന്ന്? ആലോചിക്കരുത്, നിങ്ങൾ ഫുൾ പ്രിപ്പയർഡ് അല്ലേ? ഐ വിഷ് ഐ കുഡ് സ്റ്റേ അറ്റ് ഹോം വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ വിചാരിക്കുന്നു എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ വീട്ടിൽ നിൽക്കണം എന്ന്. സോ ഇങ്ങനെ മതി നിങ്ങൾ തോട്ട് എഴുതുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ തന്നെ നിങ്ങൾ പറയാ. ഇംഗ്ലീഷിലാവണം എന്നുള്ളൂ. പ്രൊനൗൺ എന്ത് ഉപയോഗിക്കുക? ഐ വെച്ച് പറയാം കേട്ടോ. ഐ വെച്ച് പറയാം. നിങ്ങൾ സ്വയം പറയല്ലേ, ഐ വെച്ച് പറയാം. പിന്നെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇത് ചേർക്കാം. ഓ മൈ ഗോഡ്. നമ്മളെ എപ്പോഴും ആലോചിക്കുമ്പോൾ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞല്ലേ ആലോചിക്കാറ്. അപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് എന്ത് ചേർക്കാം? ഓ മൈ ഗോഡ് എന്നൊക്കെ ചേർക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ? സെറ്റ്. ഇനി തോട്ട് എഴുതാൻ ആലോചിച്ചിരുന്ന് സമയം കളയരുത്. തോട്ടിന് വേണ്ടി തിങ്ക് ചെയ്ത് സമയം കളയരുത്. ഷോർട്ട് ആണെങ്കിലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് എഴുതണം കേട്ടോ. ഓക്കെ ആണല്ലോ? യെസ്. ഇനി നമുക്ക് ഒരാളുടെ തോട്ടും കൂടി നോക്കാം. ആരുടെയാണ്? യെസ്, ലിറ്റിൽ ബ്ലൂ എൻജിന്റെ തോട്ട് കേട്ടോ. ദ ക്ലൗൺ സോ എ ലിറ്റിൽ ബ്ലൂ എൻജിൻ കമ്മിങ്. അപ്പൊ ക്ലൗൺ നോക്കിയപ്പോ ബ്ലൂ എൻജിൻ വരുന്നുണ്ട്, ലിറ്റിൽ ബ്ലൂ എൻജിൻ വരുന്നുണ്ട്. Will you pull us over the mountain? The boys and girls will have no toys or good food. അപ്പൊ പറയാണ് ഞങ്ങൾ ഒന്ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകോ, ആ ബോയ്സിനും ഗേൾസിനും ഫുഡും ടോയ്സും ഒന്നുമില്ല എന്ന് ക്ലൗൺ ചോദിക്കാണ്. ആരോട്? ബ്ലൂ എൻജിനോട് ചോദിക്കാണ്. The little blue engine thought for a while. എടാ നമ്മളോട് ഒരാൾ ഹെൽപ്പ് ചോദിക്കുമ്പോൾ നമ്മളോടനെ ഓക്കെ എന്ന് പറയണേക്കാൾ മുന്നേ നമ്മൾ ഒരു നിമിഷം ആലോചിക്കും അല്ലേ? ഹെൽപ്പ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കും. അപ്പൊ വേഗം തന്നെ ലിറ്റിൽ ബ്ലൂ എൻജിന്റെ തോട്ട്സ് എഴുതിക്കോളാനാ പറയുന്നേ. നിങ്ങളാണെങ്കിൽ എന്തൊക്കെ ആലോചിക്കും? ഒന്നാമത്തെ കാര്യം, ലിറ്റിൽ ബ്ലൂ എൻജിൻ ചെറുതാണ്. അപ്പൊ എന്തൊക്കെ ആലോചിക്കും? ഞാൻ സ്ട്രോങ് ആണോ? വിൽ ഐ ക്യാരി ദം ടു ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൈൻ. എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ആം ഐ സ്ട്രോങ്? ഞാൻ സ്ട്രോങ് ആണോ? ഇതൊക്കെ ചോദിക്കാം അല്ലേ? അപ്പൊ എന്തൊക്കെ ചിന്തിക്കാം എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, അവിടെ കൊടുത്തിട്ടുണ്ട്. വിൽ ദ ബ്ലൂ എൻജിൻ ബി ഏബിൾ ടു പുൾ ദ ട്രെയിൻ? മിസ് പറഞ്ഞ പോലെ വലിക്കാനായിട്ട് പറ്റുമോ ട്രെയിൻ എന്നൊക്കെ ചിന്തിക്കാം. What will she feel when she sees the dolls and toys crying? അവർ കരയുന്ന കാണുമ്പോൾ എന്തൊക്കെയാണ് ചിന്തിക്കുക? Okay, what will she feel when she sees the dolls and toys crying? Will she think about the boys and girls on the mountain? മൗണ്ടൈൻ്റെ അപ്പുറത്തുള്ള ബോയ്സിനെയും ഗേൾസിനെയും കുറിച്ച് ചിന്തിക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. യെസ്, നോക്കിക്കോളൂ. ഇതാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. I can see that the train is carrying many toys and good food for the boys and girls on the mountain. പറയാണ് I can see. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്ത്? ട്രെയിൻ ടോയ്സും ഫുഡൊക്കെ കൊണ്ടുവരുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാ? ബോയ്സിനും ഗേൾസിനും വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് എനിക്ക് കാണാം.
ദേ ആർ വെയിറ്റിംഗ് ഫോർ ദീസ് തിങ്സ്. അവരവിടെ വെയിറ്റ് ചെയ്യാണെന്ന് എനിക്കറിയാം. ഐ മസ്റ്റ് ഹെൽപ്പ് ദം ഇഫ് ഐ ക്യാൻ. എന്താണ്? ഞാൻ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യണം. ഇഫ് ഐ ക്യാൻ, എനിക്ക് പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യണം. ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ, ഇതൊന്ന് പഠിച്ചു വെച്ചോളൂ. ദ ട്രെയിൻ ഈസ് വെരി ഹെവി. എന്നിട്ട് ആലോചിക്കാണ്, നമ്മൾ ചിന്തിക്കില്ലേ, ഷോ ട്രെയിൻ ഇവനെ വലിക്കണോ, ഇവനെന്ത് ഹെവി ആണ് അല്ലേ, അതിൻ്റെ ഉള്ള എല്ലാ ടോയ്സ് ഒക്കെ ഇല്ലേ. ബട്ട് ഐ ഷുഡ് നോട്ട് ഗിവ് അപ്പ് വിത്തൗട്ട് ട്രൈയിങ്. പക്ഷെ ഞാൻ പിന്മാറരുത്, ട്രൈ ചെയ്യാതെ പിന്മാറരുത്. I will try my best to pull the train over the mountain. ഞാൻ ഉറപ്പായിട്ട് എൻ്റെ ബെസ്റ്റ് വെച്ച് ഞാൻ ട്രൈ ചെയ്യും പുള്ള് ചെയ്യാനായിട്ട്. I feel sorry when I see the dolls and toys crying. പാവം നോക്കിയേ, ഡോൾസും നമ്മുടെ ടോയ്സും ഒക്കെ കരയുന്നതാണ് എനിക്ക് എന്ത് തോന്നുന്നു, വിഷമം തോന്നുന്നു എന്നാണ് കേട്ടോ പറയുന്നത്. The children will be very sad if they do not get their toys and food. ആൻഡ് കുട്ടികൾക്ക്, അപ്പുറത്തുള്ള കുട്ടികൾക്ക് ടോയ്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവരും വിഷമിക്കും. I must be brave. ഞാൻ എന്തായിരിക്കണം? ബ്രേവ് ആയിരിക്കണം. ആൻഡ് ഹെൽപ്പ് ദം, ഉറപ്പായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം. നിങ്ങൾ അങ്ങനെയല്ല, ഒരാൾ ഹെൽപ്പ് ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം വിചാരിക്കും ചെയ്യാൻ പറ്റുമോ, പക്ഷെ നിങ്ങൾ ചിന്തിക്കും I must be brave and help them. എനിക്ക് ഹെൽപ്പ് ചെയ്യണം അവരെ. I will think about the boys and girls who are waiting for the train. I believe I can do it if I keep trying. അപ്പം ഞാൻ വിശ്വസിക്കുകയാണ് എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുകയാണ്. I can pull the train over the mountain. എനിക്ക് പറ്റും, I can pull ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. സോ ഇങ്ങനെയാണ് തോട്ട്സ് വരുന്നത്. ദേ തോട്ട്സ് ഒക്കെ ബബിൾസിലാക്കിയിട്ട് എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് എല്ലാ കുഞ്ഞുമക്കളും എഴുതുമോ. ഡിസ്കോഴ്സിൽ എത്തിയപ്പോഴേക്കും കുറച്ച് ടെൻഷൻ ആയല്ലേ. ഒരു ടെൻഷൻ വേണ്ട, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യം അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. എഴുതുമെങ്കിൽ മിസ്സിന് ഡബിൾ തംസ് അപ്പ് തരൂ. ആൻഡ് എന്ത് തരൂ? ആപ്പിൾ തരൂ. ന്യൂട്ടന്റെ ആപ്പിൾ തരൂ. എഴുതില്ലേ? തോട്ട്സ് വന്ന എഴുതില്ലേടാ, നിങ്ങളാണ് അയാളെന്ന് വിചാരിക്കാം. നിങ്ങൾ എന്ത് ചിന്തിക്കും? ട്രെയിൻ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കും? അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിക്കും എന്ന് ആലോചിക്കാം. എന്നിട്ട് അടിപൊളിയായിട്ട് എഴുതാം കേട്ടോ. സോ തോട്ട്സ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് മക്കളെ, തോട്ട്സ് കഴിഞ്ഞാൽ കോൺവെർസേഷൻ. കുഴപ്പമില്ല, രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നുണ്ടോ? യെസ്, കോൺവെർസേഷനിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കോൺവെർസേഷൻ ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതിന്റെ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് ആരുടെയാണ്? ഇത് നോക്കിക്കോടാ, ഇതൊന്ന് നോക്കി വെച്ചോട്ടോ. ഇറ്റ് വാസ് ചെസ്റ്റേഴ്സ് ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ചെസ്റ്ററിന്റെ ആദ്യത്തെ ദിവസമായിരുന്നു, സ്കൂളിലുള്ള ആദ്യത്തെ ദിവസമായിരുന്നു. He reached a bit late in the class. അവൻ ക്ലാസ്സിൽ എത്തിയപ്പോൾ ഉണ്ടടാ കുറച്ച് ലേറ്റ് ആയി പോയി. ചെസ്റ്റർ മടി പിടിച്ചാണല്ലോ സ്കൂളിലേക്ക് പോയത്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ചെസ്റ്റർ ആൻഡ് ഹിസ് ക്ലാസ് ടീച്ചർ. ചെസ്റ്ററും ക്ലാസ് ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും? അത് മിക്കവാറും ചോദിക്കും. എന്തായിരിക്കും ക്ലാസ് ടീച്ചറും ചെസ്റ്ററും തമ്മിലുള്ള കോൺവെർസേഷൻ? എന്നിട്ട് അവരൊരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹലോ ടീച്ചർ, മേ ഐ കം ഇൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ബാക്കി എഴുതിയാൽ മതി. ലേറ്റ് ആയി പോയി. ഇപ്പൊ എന്തായിരിക്കും കോൺവെർസേഷൻ എന്ന് നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ നിങ്ങൾ കോൺവെർസേഷൻ എഴുതുമ്പോൾ ആളുടെ പേര് എഴുതാം. ഫോർ എക്സാമ്പിൾ ചെസ്റ്റർ ആണ് പറയുന്നതെങ്കിൽ ചെസ്റ്റർ എന്ന് എഴുതാം. കോളൻ മീൻസ് ഈ രണ്ട് കുത്തിനെയാണ് കേട്ടോ കോളൻ എന്ന് പറയുന്നത്. എന്നിട്ട് പറയാവുന്ന കാര്യം പറയാം. ചുമ്മാ ഇവിടെ ഹലോ, അപ്പൊ ടീച്ചർ ഹായ്, ഇങ്ങനെ എഴുതി ചുമ്മാ പോകരുത്. ഫുൾ സെന്റൻസ് മിനിമം ഒരു 4 എക്സ്ചേഞ്ച് എങ്കിലും എഴുതണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ് എക്സ്ചേഞ്ച് എന്താ മിസ് എന്ന് വിചാരിക്കും കേട്ടോ. എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോഴാണ് ഒരു എക്സ്ചേഞ്ച് ആകുന്നത്. ഓക്കെ, അങ്ങനെ ഒരു 4 എക്സ്ചേഞ്ച് എങ്കിലും എഴുതണം. മിസ് ഇവിടെ 5 എക്സ്ചേഞ്ച് എഴുതിയിട്ടുണ്ട്. അല്ലാതെ ചുമ്മാ ഒരു സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് നോക്കാം ചെസ്റ്ററും ടീച്ചറും തമ്മിൽ എന്താ പറഞ്ഞേന്നേ. യെസ്, ആദ്യത്തെ സെന്റൻസ് ഇത് തന്നെ കോപ്പി ചെയ്യണം കേട്ടോ. യെസ്, ചെസ്റ്റർ ഹലോ ടീച്ചർ, മേ ഐ കം ഇൻ. ടീച്ചർ ഞാൻ വന്നോട്ടെ. അപ്പൊ ടീച്ചർ എന്ത് പറയും? വേണ്ടാന്ന് പറയോ? ഇല്ല, ടീച്ചർ പറയും യെസ് ചെസ്റ്റർ പ്ലീസ് കം ഇൻ, യു ആർ എ ലിറ്റിൽ ലേറ്റ്. അപ്പൊ ലേറ്റ് ആയി എന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു. ഓക്കെ, ലേറ്റ് ആയി എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചർ ആദ്യം തന്നെ പറയും എന്ത്? ചെസ്റ്ററെ നീ കുറച്ച് ലേറ്റ് ആണ്, യു ആർ എ ലിറ്റിൽ ലേറ്റ് എന്ന് പറയും. അപ്പൊ ചെസ്റ്റർ നമ്മൾ എന്ത് പറയും? നിങ്ങൾ പറയോ? സോറി പറയോ? ചെസ്റ്റർ പറയാണ് I am sorry teacher, I could not reach school on time. എനിക്ക് എത്താൻ പറ്റിയില്ല, ഓൺ ടൈമിന് എത്താൻ പറ്റിയില്ല ടീച്ചറെ എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഡേ അല്ലേ, ആദ്യത്തെ ദിവസം ടീച്ചർ ക്ഷമിക്കും. ഓക്കെ, ടീച്ചർ ദാറ്റ് ഈസ് ഓൾ റൈറ്റ് ചെസ്റ്റർ, അത് കുഴപ്പമില്ല ചെസ്റ്റർ. പ്ലീസ് റിമെമ്പർ ടു കം ഏർലി ഫ്രം ടുമോറോ. നാളെ തുടങ്ങി നേരത്തെ വരാനായിട്ട് ഓർക്കണം. ഒന്ന് നോട്ട് ചെയ്തേ. പ്ലീസ് റിമെമ്പർ ടു കം ഏർലി ഫ്രം ടുമോറോ. നാളെ മുതൽ നേരത്തെ വരാൻ ഓർക്കണം. ചെസ്റ്റർ
Yes, teacher. I will be careful from tomorrow. നാളെ തുടങ്ങി ഞാൻ ശ്രദ്ധിച്ചോളാം ടീച്ചറെ. Teacher, good. Is this your first day at school? ടീച്ചർ ചോദിക്കുകയാണ്, ഇത് നിന്റെ ഫസ്റ്റ് ഡേ ആണോ എന്ന് ചോദിക്കാണ്. Chester, yes, teacher. I am a little nervous. എനിക്ക് കുറച്ച് പേടിയാവുന്നുണ്ട് ടീച്ചർ. അപ്പോൾ ടീച്ചർ എന്ത് പറയും? Don't worry, Chester. You will soon feel comfortable here. പേടിക്കണ്ട. നീ ഉടനെ, soon means എന്താടാ? ഉടനെ തന്നെ നീ ഇവിടെയുള്ള എല്ലാവരുമായിട്ടൊക്കെ നല്ല കമ്പനി ആവും, കംഫർട്ടബിൾ ആകും കേട്ടോ. കംഫർട്ടബിൾ ആകും എന്ന് പറയണം. Chester, thank you, teacher. I will try my best. ഞാൻ അങ്ങനെ എല്ലാവരുമായിട്ട് അടുക്കാനും കംഫർട്ടബിൾ ആകാനും ഞാൻ ട്രൈ ചെയ്യാം. ബെസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം. Teacher, very good. Now take your seat and join the class. മക്കളെ ഇരിക്കാന്ന് പറയാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം കേട്ടോ. Take your seat. അവിടെ പോയി ഇരുന്നിട്ട് ക്ലാസ് ജോയിൻ ചെയ്യാനായിട്ട് പറയാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? നിങ്ങൾ വേറൊന്നും ചിന്തിക്കേണ്ട. നിങ്ങളായിരുന്നു ചെസ്റ്റർ എങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറുമായിട്ട് നിങ്ങൾ എങ്ങനെ സംസാരിക്കും എന്ന് മാത്രം ഓർത്താൽ മതി കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ ആണെങ്കിൽ അത് തന്നെ പൊളി. യെസ്, ഓക്കെ ആണ്. യെസ്, ഓക്കെ ആണ്. ഇതേപോലെ ചെസ്റ്ററിന്റെ ഇനി വരാട്ടോ. ഇനി എന്താ വരാന്ന്? ചെസ്റ്റർ അവിടെ ചെല്ലുമ്പോൾ ചെസ്റ്റർ ഒരു ഫ്രണ്ടിനെ കണ്ടു എന്ന് വിചാരിക്കുക. ഫ്രണ്ട് അല്ല, ഒരു ബോയിനെ കണ്ടു എന്ന് വിചാരിക്കുക. ആ ബോയ് ആയിട്ടുള്ള കോൺവെർസേഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. യെസ്, നോക്കിയ കുട്ടിയുടെ പേര് റിലി എന്നാണ് കേട്ടോ. യെസ്, ഇങ്ങനെ പറയാം. ചെസ്റ്റർ, ഹായ്, യു ലുക്ക് സാഡ്. ഇസ് ദിസ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് റിലി കുറച്ച് സാഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചെസ്റ്റർ ചോദിക്കാണ്, ഹായ്, യു ലുക്ക് സാഡ്. ഇസ് ദിസ് യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? നിന്റെ ഫസ്റ്റ് ഡേ ആണോ റിലി സ്കൂളില്? റിലി പറയാണ്, യെസ്, ഐ ആം ഫീലിംഗ് വറീഡ്. എൻ്റെ ഫസ്റ്റ് ഡേ ആണ്, എനിക്ക് ഭയങ്കര പേടി തോന്നുന്നു. ഐ മിസ് മൈ മദർ ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു സ്റ്റേ ഹിയർ. എനിക്ക് എൻ്റെ അമ്മേനെ മിസ് ചെയ്യുന്നു, എനിക്ക് ഇവിടെ നിൽക്കണ്ട എന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾ ചെസ്റ്ററിന്റെ എന്ത് പറയും? ചെസ്റ്റർ എന്ത് പറയും? ഒരു സീക്രട്ട് ഉണ്ടല്ലേ ചെസ്റ്ററിന്റെ കയ്യില്. അപ്പൊ ചെസ്റ്റർ പറയാണ്, ഡോണ്ട് വറി റിലി, മൈ മദർ ടോൾഡ് മീ എ സ്പെഷ്യൽ സീക്രട്ട് കോൾഡ് ദ കിസ്സിംഗ് ഹാൻഡ്. റിലി, നീ പേടിക്കണ്ട, എൻ്റെ അമ്മ എനിക്കൊരു സീക്രട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താ സീക്രട്ടിന്റെ പേര്? കിസ്സിംഗ് ഹാൻഡ് എന്നാണ്. അപ്പൊ റിലി ചോദിക്കാണ്, വാട്ട് ഈസ് ദ കിസ്സിംഗ് ഹാൻഡ്? കിസ്സിംഗ് ഹാൻഡോ? അതെന്താ ചെസ്റ്ററെ? ചെസ്റ്റർ, she kissed the middle of my palm and told me that whenever I feel lonely, I can press my hand to my cheek and remember his love. അമ്മ പറഞ്ഞിട്ടുണ്ട് എന്താണ്? എന്റെ പാമിൽ അമ്മ ഉമ്മ വെച്ചു, കിസ് ചെയ്തു. എന്നിട്ട് അമ്മ പറഞ്ഞു, അമ്മേനെ എപ്പോ മിസ് ചെയ്യുന്നോ, ഞാൻ എപ്പോ ഒറ്റക്കായിന്ന് തോന്നുന്നോ, അപ്പൊ ആ കൈ എന്ത് ചെയ്താൽ മതി? ചീക്കിൽ പ്രസ് ചെയ്താൽ മതി എന്ന് അമ്മ പറഞ്ഞു എന്ന് പറയാൻ കേട്ടോ. Really? Really? That sound wonderful. റിലിക്ക് അത് കേട്ടപ്പോ സന്തോഷമായി. കൊള്ളാലോ പരിപാടി. I think I feel better now. എനിക്കിപ്പോ കുറച്ച് ഓക്കെ ആയ പോലെയുണ്ട്. Chester, yes, our mothers are always with us in our hearts, even when they are not beside us. അയ്യോടാ, ചെസ്റ്റർ പറഞ്ഞു കൊടുക്കാണേ, നമ്മുടെ അമ്മമാർ എപ്പോഴും നമ്മുടെ ഹാർട്ടിലുണ്ട്, നമ്മുടെ കൂടെ ഇല്ലെങ്കിലും. സൈഡ്, ബിസൈഡ് മീൻസ് നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ സൈഡിൽ അവരുണ്ടാവില്ല, പക്ഷെ നമ്മുടെ ഹാർട്ടിൽ അവർ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് ഒറ്റയ്ക്കായിന്ന് വിഷമിക്കേണ്ട. ഇത് തന്നെ മിസ്സിന് പറയാനുള്ളത് കേട്ടോ. നാളെ സ്കൂളിൽ പരീക്ഷയ്ക്ക് ചെന്ന് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ടെൻഷൻ ഒന്നും വേണ്ട. നിങ്ങളുടെ ഹാർട്ടിന്റെ ഉള്ളിൽ ആരുണ്ട്? അമ്മയുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഞാനുണ്ട് കേട്ടോ. അപ്പൊ പേടിക്കണ്ട. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ റിലി പറയാണ്, താങ്ക് യു ചെസ്റ്റർ, നൗ ഐ തിങ്ക് ഐ ക്യാൻ ബി ബ്രേവ് ആൻഡ് ഗോ ടു സ്കൂൾ. അപ്പൊ പറയണ, എനിക്കിപ്പോ ബ്രേവ് ആയി, ഇനി ഞാൻ സ്കൂളിലേക്ക്, അതായത് ഗേറ്റിന്റെ അവിടെ നിന്ന് അവർ സംസാരിക്കുന്നത്, ഇനി ഞാൻ സ്കൂളിലേക്ക് കയറാന്ന് പറയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കോൺവെർസേഷൻ ചെസ്റ്ററിന്റെ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ട് ഒരു കോൺവെർസേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ കോൺവെർസേഷൻ ഒക്കെ വരുമ്പോൾ ഓറിട്ടാ വരുന്നത്. ഓറിട്ട് വരുന്നതെന്ന് വെച്ചാൽ എന്താടാ? അതല്ലെങ്കിൽ അടുത്ത കോൺവെർസേഷൻ എഴുതാം. അപ്പൊ ഒന്ന് എന്തായാലും ചെസ്റ്ററിന്റെ ചാപ്റ്ററിൽ നിന്നായിരിക്കും. അത് അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അല്ലെങ്കിൽ രണ്ടാമത്തത് ലിറ്റിൽ ട്രെയിനിന്റെ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ലിറ്റിൽ ട്രെയിനിന്റെ ചാപ്റ്ററിൽ നിന്ന് എന്താ വരാൻ ചാൻസ് ഉള്ളത്? നമ്മുടെ ലിറ്റിൽ ട്രെയിനും ലിറ്റിൽ ബ്ലൂ എഞ്ചിനും തമ്മിലുള്ള കോൺവെർസേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. നമുക്ക് ആ കോൺവെർസേഷൻ കൂടി ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾ എഴുതിക്കോളും. ലിറ്റിൽ ട്രെയിൻ പറയാണ്, ഹെൽപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു, സന്തോഷമായി, അപ്പൊ താങ്ക് യു പറയാൻ കേട്ടോ. ഓ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ, യു ആർ ഗ്രേറ്റ്. ലിറ്റിൽ ബ്ലൂ എഞ്ചിനെ, നീ ഗ്രേറ്റ് ആണ്, അടിപൊളിയാണ്. ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ, താങ്ക് യു, ഐ എം സോ ഹാപ്പി ദാറ്റ് ഐ കുഡ് ഹെൽപ്പ് യു. എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാലും ഞാൻ ഭയങ്കര ഹാപ്പി ആണെന്നൊക്കെ പറയാണ്. The little train, I never thought we would reach the top of the mountain. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ മൗണ്ടൈൻ്റെ മുകളിൽ എത്തുന്ന്. Little blue engine, I was also worried at first, but I decided not to give up. എനിക്കും ആദ്യം ഇച്ചിരി പേടി ഉണ്ടായിരുന്നു. I was also worried at first, but I decided not to give up. പക്ഷെ ഞാൻ തീരുമാനിച്ചു, ഞാൻ ഗിവ് അപ്പ് ചെയ്യില്ല, പിന്മാറില്ല എന്ന് തീരുമാനിച്ചു. അപ്പൊ ലിറ്റിൽ ട്രെയിൻ പറയാണ്, യു പുൾ മീ ഓൾ
all the way up when I could not move. നീയാണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്, നീ ഞങ്ങളെ പുൾ ചെയ്ത് കൊണ്ടുപോയി. Little Blue Engine, yes, I wanted the help. I wanted to help the dolls, animals and the children waiting for their toys and food. എന്താ ഞാൻ ഹെൽപ്പ് ചെയ്തത്? എനിക്ക് നിങ്ങളെയൊക്കെ എന്താണ് ഹെൽപ്പ് ചെയ്യണം, ചിൽഡ്രനെ ഹെൽപ്പ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി, ഡോൾസിനെ ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നി, അനിമൽസിനെ ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഹെൽപ്പ് ചെയ്തതെന്ന് പറയാം കേട്ടോ. Little train, you have shown us that we should always believe in ourselves. അപ്പോൾ ലിറ്റിൽ ട്രെയിൻ പറയണ, നീ ഇത്ര ചെറുതായിരുന്നിട്ട് നീ ഞങ്ങളെ കാണിച്ചു തന്നു എന്താണ് നമ്മൾ ചെറുതോ വലുതോ അതൊന്നുമല്ല, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ബിലീവ് ചെയ്യണം, നമുക്ക് പറ്റും എന്ന് വിശ്വസിക്കണമെന്ന്. The Little Blue Engine, that's right, if we keep trying and never give up, we can achieve difficult things. നോക്കിയേ, നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നെവർ ഗിവ് അപ്പ്, പിന്മാറാതെ ഇരുന്നാൽ നമുക്ക് എന്തും അച്ചീവ് ചെയ്യാൻ പറ്റും എന്നാട്ടോ പറയുന്നത്. കുഞ്ഞുമക്കളോട് അത് തന്നെയാ പറയാനുള്ള. ഓക്കെ ആണല്ലോ മക്കളെ? നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും, നിങ്ങൾ പേടിക്കേ വേണ്ട. ലിറ്റിൽ ട്രെയിൻ, താങ്ക് യു ഫോർ ഹെൽപ്പിംഗ് മീ. ലിറ്റിൽ ബ്ലൂ എൻജിൻ, താങ്ക് യു പറയാണ്. ലിറ്റിൽ ബ്ലൂ എൻജിൻ, യു ആർ വെൽക്കം. ഐ എം ഗ്ലാഡ് ദാറ്റ് വി കുഡ് മേക്ക് എവ്രി വൺ ഹാപ്പി. വെൽക്കം പറയാണ്. ആൻഡ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെയൊക്കെ ഹാപ്പി ആക്കിയതിൽ. ഐ ആം വെരി ഗ്ലാഡ് എന്ന് പറയാം കേട്ടോ. അപ്പൊ ഈ ഒരു കോൺവെർസേഷൻ നോക്കി വെക്കുക. ഒന്നുകിൽ ഇത്, അല്ലെങ്കിൽ നമ്മുടെ ചെസ്റ്ററിന്റെ രണ്ട് ചാപ്റ്ററിൽ നിന്നും ഓരോന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്ത് വന്നാലും കുഞ്ഞുമക്കളെ എഴുതോല്ലാടോ, എഴുതോല്ല. ഫയർ ആണോ? യെസ്. ഡബിൾ തംസപ്പ് ആണ്. യെസ് മിസ്സേ, ഞങ്ങൾ എന്ത് വന്നാലും എഴുതും. അപ്പൊ നമ്മൾ തോട്ട്സ് നോക്കി, കോൺവെർസേഷൻ നോക്കി. വരാൻ ചാൻസ് ഉള്ള രണ്ട് ചാപ്റ്റർ മിസ് പറഞ്ഞു, ചെസ്റ്ററിന്റെ ചാപ്റ്ററും ലിറ്റിൽ ട്രെയിനിന്റെ ചാപ്റ്ററും എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് വൺ തീരാറായി, കുറച്ചുകൂടി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തീരും. പിക്ചർ സ്റ്റോറി വരാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഒരു കുട്ടി നോക്കണം, നോക്കിയേ, ഏത് പിക്ചറാ മിസ്സേ? വരുന്നുടാ. അതായത് നിങ്ങൾക്ക് ഉണ്ടല്ലോ ദേ ഇങ്ങനെ ഒരു സ്റ്റോറി, ദേ 1 2 3 4 5 കോളത്തിൽ 5 ബോക്സസിൽ ഇങ്ങനെ ഒരു സ്റ്റോറി തരും. ഓക്കെ ആണേ? നിങ്ങൾ അപ്പൊ എന്ത് ചെയ്യണം, സ്റ്റോറിക്ക് ഒരു ടൈറ്റിൽ കൊടുക്കണം. എന്ത് ചെയ്യണം? സ്റ്റോറിക്ക് ഒരു ടൈറ്റിൽ കൊടുക്കണം. ആൻഡ് എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുത്താൽ പോരാ. എന്താണ്? സ്റ്റോറിയിൽ കാണുന്ന കാര്യത്തെ ബേസ് ചെയ്തിട്ടുള്ള ടൈറ്റിൽ. ഇനിയിപ്പൊ നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല എന്ന് വിചാരിച്ചോ, അപ്പൊ നിങ്ങൾ നോക്കുക സ്റ്റോറിയിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കുക. ആരൊക്കെ ഉണ്ട് സ്റ്റോറിയിൽ? ഒരു ലയണെ കാണാം, ഒരു മൗസിനെ കാണാം. അപ്പൊ ഒന്നില്ലെങ്കിൽ എഴുതാം ദ ലയൺ ആൻഡ് ദ മൗസ് എന്ന് എഴുതാം. ആരെയാണോ നിങ്ങൾ സ്റ്റോറിയിൽ ആ പിക്ചറിൽ കാണുന്നേ അവരുടെ പേര് എഴുതി ടൈറ്റിൽ ആയിട്ട് കൊടുക്കുക. ഈസി അല്ലേ? ദ ലയൺ ആൻഡ് ദ മൗസ് കഴിഞ്ഞു. എന്നിട്ട് ആ പിക്ചർ ഒന്ന് നന്നായിട്ട് നോക്കിയേ. എന്താ നോക്കിയേ? യെസ്, ഒരു ലയണിന്റെ അടുത്ത് നമ്മുടെ മൗസ് എന്തോ പറയുന്നു. ലയൺ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഓക്കെ എന്ന് പറയുന്നു. ലയൺ നടന്നു പോകുന്നു. ഓ മൈ ഗോഡ്, ഒരു ഹണ്ടർ വന്നു, വലയിട്ട് പിടിക്കുന്നു. ആൻഡ് നമ്മുടെ മൗസ് എന്തോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. വല പൊട്ടിച്ചു, നമ്മുടെ ലയൺ പുറത്തു വന്നു. സോ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കൂടി ജോയിൻ ചെയ്ത് ഒരു സ്റ്റോറി ഉണ്ടാക്കിയേ. എന്താ ആദ്യത്തെ സ്റ്റോറി എന്ന് പറയുന്നത്? എന്താ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നേ? ഒരു ദിവസം. ആൻഡ് സ്റ്റോറി തുടങ്ങുമ്പോൾ ഉടനെ പിക്ചറിൽ കാണുന്ന ലൈൻ എഴുതി വെക്കരുത്. മൗസ് റിക്വസ്റ്റഡ് ദ ലയൺ, അങ്ങനെയല്ല എഴുതേണ്ടത്. വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞു തുടങ്ങാം, അല്ലെങ്കിൽ വൺ ഡേ എന്ന് പറഞ്ഞു തുടങ്ങാം. സോ എപ്പോഴും സ്റ്റാർട്ടിങ് അടിപൊളിയാക്കാൻ നോക്കാം കേട്ടോ. അപ്പൊ മിസ് തന്നിരിക്കുന്ന നോക്കിയേ, വൺ ഡേ എന്ന് പറഞ്ഞാണ് മിസ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. ആൻഡ് ആദ്യം തന്നെ നമുക്ക് ഈ സംഭവിച്ച കാര്യം പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? അതിന് മുന്നേ നടന്നൊരു കാര്യം നമ്മൾ ചേർത്താലേ കണക്ട് ചെയ്ത് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം മിസ് എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന്. One day a lion was walking through the jungle. ഒരു ദിവസം സിംഹം ജംഗിളിലൂടെ ഇങ്ങനെ നടക്കുവായിരുന്നു. The lion saw a rat. ലയൺ ഒരു റാറ്റിനെ കണ്ടു. And grabbed it with his paw. Paw means എന്താണ്? കൈ. നമ്മുടെ അനിമൽസിന്റെ ഒക്കെ കൈയിനെ നമ്മൾ പോ എന്നാ പറയണേ. അതിനെ ഗ്രാബ് ചെയ്യാൻ മീൻസ് ഇങ്ങനെ പിടിച്ചിങ്ങനെ എടുത്തു. ഓക്കെ, മൗസിനെ പിടിച്ചെടുത്തു. The rat begged. മക്കളെ ഫസ്റ്റ് പിക്ചറിൽ അതാണ് കാണുന്നത്. റിക്വസ്റ്റ് ആണ്, ബെഗ് ചെയ്യാണ്, അതായത് അപേക്ഷിക്കുകയാണ്. എന്താ പറയുന്നേ? യെസ്, rat begged, please save my life. എൻ്റെ ജീവിതം രക്ഷിക്കണം, ജീവൻ രക്ഷിക്കണം. ഓക്കെ, ഐ വിൽ ഹെൽപ്പ് യു സംഡേ. എന്നെ ഇപ്പൊ വിട്ടാലും ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്ന് റാറ്റ് പറഞ്ഞു. ദ ലയൺ ലാഫ്ഡ്. ലയൺ എന്താ ചെയ്യാ? ലാഫ് ചെയ്തു. ഹ ഹ ഹ എന്ന് പറഞ്ഞ് ചിരിച്ചു. ബട്ട് അക്സെപ്റ്റഡ് ദ ഡീൽ ആൻഡ് ലെറ്റ് ദ റാറ്റ് ഗോ. ആൻഡ് അക്സെപ്റ്റ് ചെയ്തു, കുഴപ്പമില്ല അവനെ വിട്ടേക്കാം. ആൻഡ് നമ്മുടെ റാറ്റിനെ വിട്ടു. ലെറ്റ് ദ റാറ്റ് ഗോ.
Later hunters came to the forest. കുറച്ച് കഴിഞ്ഞപ്പോ നോക്കിയേടാ, അപ്പൊ ദേ, അയ്യോ ഇത് ഇവിടെ നോക്കിക്കോ കേട്ടോ, കുറച്ച് കഴിയുമ്പോ നോക്കിയതേ റാറ്റിനെ വിട്ടു, ലയൺ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഹണ്ടേഴ്സ് വരുന്നത് കേട്ടോ. നോക്കിക്കോ, ഹണ്ടേഴ്സ് വന്നു ആൻഡ് അവരെന്താ ചെയ്തത്? ട്രാപ്ഡ് ദ ലയൺ ഇൻ എ നെറ്റ്. ലയണിനെ ട്രാപ്പ് ചെയ്തു. മക്കളെ, കുടുക്കി എന്നുള്ളതിന് നിങ്ങൾ എന്താ പറയണ്ടേ? ട്രാപ്പ് ചെയ്തു, നെറ്റിലാക്കി. The lion roared loudly. ലയൺ ഉറക്കെ റോർ ചെയ്യാൻ തുടങ്ങി, കരയാനായിട്ട് തുടങ്ങി. But nobody came to help. ആരും ഹെൽപ്പ് ചെയ്യാൻ വന്നില്ല. Just then, അപ്പൊ നിങ്ങൾ പിക്ചർ നോക്കിയാൽ കാണാം, ആരും വന്നില്ല. പക്ഷെ നോക്കിയടാ, എങ്ങനെ ലയൺ രക്ഷപ്പെട്ടു? അപ്പോഴാണ് the tiny rat, ആ കുഞ്ഞി എലി appeared and started gnawing at the ropes. ആ കുഞ്ഞെലി വന്നിട്ട് നോ ചെയ്യുക മീൻസ് എന്താണ്? ഇങ്ങനെ ചവച്ച് കടിച്ചു പൊട്ടിക്കില്ലേ, അതിനാണ് നമ്മൾ നോയിങ് എന്ന് പറയുന്നത്. ആ എലി വന്ന് ആ റോപ്സ് എല്ലാം കടിച്ചു പൊട്ടിച്ചു. ഓക്കെ ആണേ. The lion was amazed. ലയൺ അത്ഭുതപ്പെട്ടു. ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ് ലയൺ അത്ഭുതപ്പെടുകയാണ്. Yes, amazed and grateful when the rat finally set him free. Okay, and അവസാനം എന്താണ്? നമ്മുടെ റാറ്റ് ആരെ പുറത്താക്കി? റാറ്റ് അന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ലയൺ വാസ് അമേസ്ഡ്. ലയൺ അത്ഭുതപ്പെട്ടു. ആൻഡ് ഗ്രേറ്റ്ഫുൾ. ഗ്രേറ്റ്ഫുൾ മീൻസ് ഭയങ്കര നന്ദി കാണിച്ചു. ഓക്കെ, അവനെ പുറത്ത് വിട്ടപ്പോ ഭയങ്കര റാറ്റിനോട് നന്ദി കാണിക്കാണ്. ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ദേ ബിക്കേം ബെസ്റ്റ് ഫ്രണ്ട്സ്. അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി എന്നാ പറയുന്നേ. അപ്പൊ മക്കളെ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേറെ എന്തൊക്കെ ടൈറ്റിൽ എഴുതാൻ പറ്റും? ഏതൊക്കെ ടൈറ്റിൽ എഴുതാൻ പറ്റും? ഒന്ന്, നമ്മൾ ഈസി ആയിട്ട് ദ ലയൺ ആൻഡ് ദ മൗസ് എന്നുള്ള ടൈറ്റിൽ കൊടുത്തു. പിന്നെ എന്തൊക്കെ ടൈറ്റിൽ എഴുതാൻ പറ്റും? വേഗം മിസ്സിനൊന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേടാ. ന്യൂട്ടൺസ് മക്കൾസ് ഓൾസോ വേഗം ചാറ്റ് ബോക്സിൽ ഇടാ. യൂട്യൂബ് മക്കൾസ് ഇനി എന്തൊക്കെ ടൈറ്റിൽ ഇടാം? യെസ്, ഏറ്റവും അടിപൊളിയായിട്ട് എല്ലാവരും പറയുന്ന, ഒരുമിച്ച് പറയുന്ന ഒരു ടൈറ്റിലാണ് കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള ടൈറ്റിൽ ഇടാം. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള ടൈറ്റിൽ ഇടാം കേട്ടോ. നല്ല ടൈറ്റിലാണ്, ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള ടൈറ്റിൽ ഇടാം കേട്ടോ. സോ ഇതാണ് ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി മിസ് ഒരു സ്റ്റോറിയുടെ പിക്ചറും കൂടി കാണിച്ചു തരാം. ജസ്റ്റ് നോക്കുക. ആദ്യം എന്താ ചെയ്യേണ്ടേ? ടൈറ്റിൽ കണ്ടുപിടിക്കണം. ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ക്രോ എന്ന് എഴുതണം. മറ്റേ ആൾ ആരാണ്? ഫോക്സ് അല്ലേ? അപ്പൊ ദ ക്രോ ആൻഡ് ദ ഫോക്സ് എന്ന് എഴുതാം കേട്ടോ. ഓക്കെ ആണേ. ഇനി ഒന്ന് ആ പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്തേ. ഇനി ഒന്ന് ആ പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്തേടാ. യെസ്, എന്ത് കാണുന്നു നിങ്ങൾ? എന്ത് കാണുന്നു നിങ്ങൾ? നോക്കേ, ഒരു കാക്കയുടെ കയ്യിൽ എന്തോ ഒരു സാധനം അല്ലെ, കഴിക്കാനുള്ള ഒരു സാധനം കൊണ്ട് കാക്ക ഇരിക്കുന്നുണ്ട്. ഫോക്സ് അത് കാണുന്നു. ഫോക്സ് എന്തോ ട്രിക്ക് ഉപയോഗിക്കുന്നു. ദേ കാക്കയുടെ പിന്നെ വായിൽ അതില്ല. യെസ്, അത് താഴേക്ക് വീഴുന്നു. ഫോക്സ് അത് എടുക്കുന്നു. അതും കൊണ്ട് ഫോക്സ് ഓടുന്നു. ഇതാണ് സ്റ്റോറി അല്ലേ? അപ്പൊ നമുക്കൊന്ന് നോക്കാം, സ്റ്റോറി നോക്കാം. യെസ്, ആദ്യം പിക്ചർ ഒബ്സർവ് ചെയ്യണം. ഒരു ടൈറ്റിൽ കൊടുക്കണം. മിസ് പറഞ്ഞ പോലെ മിസ് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ എന്താടാ? ദ ഫോക്സ് ആൻഡ് ദ ക്രോ എന്നുള്ള ടൈറ്റിലാണ് കേട്ടോ മിസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണേ. എന്നിട്ട് മിസ് പറഞ്ഞ പോലെ തന്നെ ഒന്നില്ലെങ്കിൽ വൺ ഡേ എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ വൺസ് അപ്പോൺ എ ടൈം എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ മിസ് കൊടുത്തിരിക്കുന്നത് വൺ സണ്ണി മോർണിംഗ് എന്നാണ്. നല്ല സൂര്യനൊക്കെ ഉള്ള ഒരു മോർണിംഗ്. ഓക്കെ ആണേ. യെസ്, വൺ സണ്ണി മോർണിംഗ്. ഒരു സണ്ണി മോർണിംഗില് എ ക്രോ ഫൗണ്ട് എ പീസ് ഓഫ് ചീസ്. മക്കളെ, ഇത് ചീസ് ആണ് കേട്ടോ. ചീസ് നിങ്ങൾ കേക്കെന്ന് എഴുതിയാലും കുഴപ്പമില്ല, എന്തെഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ ഒരു ക്രോ എന്താടാ? വൺ സണ്ണി മോർണിംഗ് എ ക്രോ ഫൗണ്ട് എ പീസ് ഓഫ് ചീസ്. ഒരു ക്രോയ്ക്ക് ഒരു ചീസിന്റെ കഷ്ണം കിട്ടി. ഇറ്റ് ഫ്ലൂ ടു എ ട്രീ. അതൊരു മരത്തിലേക്ക് പോയി. സാറ്റ് ഓൺ എ ബ്രാഞ്ച് വിത്ത് ദ ചീസ് ഇൻ ഇറ്റ്സ് ബീക്ക്. ബീക്ക് മീൻസ് അതിന്റെ ചുണ്ടിലെ ചീസും കൊണ്ട് അവിടെ ഇരുന്നു. ഓക്കെ. എ ഹംഗ്രി ഫോക്സ് സോ ദ ക്രോ. ഒരു വിശപ്പുള്ള ഫോക്സ് ക്രോയെ കണ്ടു. ഹി വാണ്ടഡ് ദ ചീസ്. അവന് ചീസ് വേണം. കണ്ടോ, അവന് ചീസ് വേണം. അവനിവിടെ കൊതിയിട്ടിരിക്കുകയാണ്, അവന് ചീസ് വേണം. ഓക്കെ. ഹി ലുക്ക്ഡ് അപ്പ് ദ ക്രോ ആൻഡ് സെഡ്. അവൻ ആ ക്രോനെ നോക്കിയിട്ട് പറയാണ്, ഡിയർ ക്രോ, യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബേർഡ് ഇൻ ദ ഫോറസ്റ്റ്. I have heard that your voice is so sweet as your looks. അപ്പൊ നീയാണ് ക്രോയെ ഈ വേൾഡിലെ തന്നെ ബ്യൂട്ടിഫുൾ നീയാണ്. ഓക്കെ, പൊക്കി പറയാ, പുകഴ്ത്തി പറയാ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേർഡ് നീയാണ്. നിന്റെ സോങ് എന്ന് പറയുന്നത്, നിന്റെ സൗണ്ട് എന്ന് പറയുന്നത് സ്വീറ്റ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നിന്റെ സൗന്ദര്യത്തെ പോലെ തന്നെ. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ നമ്മുടെ ക്രോ അങ്ങാടെ എന്താടാ, ഓ ക്രോ ഭയങ്കര സന്തോഷമായി. ശോ, എന്നെ കുറിച്ചാണോ ഈ പറയുന്നത്? ഓക്കെ. ദ ക്രോ ഫെഡ്, പ്ലീസ് സിംഗ് എ സോങ് ഫോർ മീ. അപ്പൊ പറയാണ്, ഒരു പാട്ട് പാടോ എനിക്ക് വേണ്ടിയിട്ട് എന്ന് ചോദിക്കാൻ കേട്ടോ.
യെസ്. അപ്പൊ ദ ക്രോ ഫെൽറ്റ് സോ പ്രൗഡ് ആൻഡ് വാണ്ടഡ് ടു ഷോ ഓഫ്. അപ്പൊ ക്രോയ്ക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര അടിപൊളി അഭിമാനം തോന്നി. ക്രോ വിചാരിച്ചെന്ത്? ക്രോ വിചാരിച്ച ഇവൻ ചോദിച്ചല്ലേ, എന്നെ ഇത്ര പുകഴ്ത്തിയതല്ലേ, ഞാൻ ഒരു പാട്ട് പാടി കൊടുക്കാന്ന് വിചാരിച്ചു. ആൻഡ് ഓപ്പൺഡ് ഇറ്റ്സ് മൗത്ത്. എന്നിട്ട് എന്ത് ചെയ്തു? മൗത്ത് ഓപ്പൺ ചെയ്ത് കൊടുത്തു എന്നാണ് കേട്ടോ പറയുന്നത്. ദ ചീസ് വെൽ. അപ്പൊ ചീസ് എന്ത് ചെയ്തു? മൗത്ത് തുറന്ന ഉടനെ തന്നെ ചീസ് എന്ത് ചെയ്തടാ? ചീസ് ഗ്രൗണ്ടിലേക്ക് വീണു എന്നാണ് പറയുന്നത് കേട്ടോ. ദ ഫോക്സ് ക്വിക്ലി ഗ്രാബ്ഡ് ദ ചീസ്. ഫോക്സ് എന്ത് ചെയ്തു? ഒട്ടനെ വന്ന ചീസ് ഇങ്ങനെ എടുത്തു. ഒടനെ വന്നിട്ട് ചീസ് എടുക്കാണ്. ആൻഡ് സ്മൈൽഡ്. പറ്റിച്ചേ, താങ്ക് യു ഡിയർ ക്രോ, താങ്ക് യു പറയാണ്. സെഡ് ദ ഫോക്സ്. അപ്പൊ ഇതിന്ന് എന്താണ്? നെവർ ട്രസ്റ്റ് പീപ്പിൾ ഹു ഫ്ലാറ്റർ യു. മക്കളെ, നിങ്ങളെ ഫ്ലാറ്റർ ചെയ്യുന്ന ഒരാളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ട്രസ്റ്റ് ചെയ്യരുത്. ഫ്ലാറ്റർ ചെയ്യുക മീൻസ് പുകഴ്ത്തി പറയുന്ന ഒരാളെയും നിങ്ങൾ വിശ്വസിക്കരുത് കേട്ടോ. ദ ക്രോ റിയലൈസ്ഡ് ഇറ്റ്സ് മിസ്റ്റേക്ക് ആൻഡ് പ്രോമിസ് ടു ബി വൈസർ ഇൻ ദ ഫ്യൂച്ചർ. ക്രോ പ്രോമിസ് ചെയ്യാണ്, ഇനി മുതൽ ഞാൻ എൻ്റെ ഫ്യൂച്ചറിൽ ഞാൻ എന്തായിരിക്കും? വൈസർ ആയിരിക്കും. വൈസർ മീൻസ് ബുദ്ധി ഉപയോഗിച്ച് ഞാൻ പെരുമാറുള്ളൂ എന്ന് ക്രോ തീരുമാനിക്കാണ്. സോ ഇതാണ് സ്റ്റോറി. ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ടൈറ്റിൽ കൊടുക്കാം? എന്ത് ടൈറ്റിൽ കൊടുക്കാം? ഒരു അടിപൊളി ടൈറ്റിൽ പറഞ്ഞേ മിസ്. അതിന് അടിപൊളി പറഞ്ഞു കൊടുക്കാം. വേഗം ചാറ്റ് ബോക്സിൽ പറഞ്ഞോ, എന്താണ് ടൈറ്റിൽ കൊടുക്കാൻ പറ്റുന്നത്? വേഗം പറഞ്ഞോ, വേഗം പറഞ്ഞോ, വേഗം പറഞ്ഞോ, വേഗം പറഞ്ഞോ. യെസ്, എന്താ കൊടുക്കാൻ പറ്റുന്നേ? എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ ഫോക്സ് ഭയങ്കര കണ്ണിങ് ആണ് മിസ് എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ആട്ടോ. കണ്ണിങ് ഫോക്സ് എന്ന് കൊടുക്കാം. കണ്ണിങ് ഫോക്സ്. ഫോക്സ് ഭയങ്കര കണ്ണിങ് ആണ്. കണ്ണിങ് ഫോക്സ് എന്ന് കൊടുക്കാം കേട്ടോ. അടിപൊളി. യെസ്, അടിപൊളി. യെസ്, സെറ്റ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പിക്ചർ സ്റ്റോറി തരാം. പിക്ചർ ഒബ്സർവ് ചെയ്യണം, ഒരു ടൈറ്റിൽ കൊടുക്കണം. ടൈറ്റിൽ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ക്യാരക്ടറിന്റെ പേര് കൊടുക്കണം കേട്ടോ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട മക്കളെ, ഇതെല്ലാം സ്റ്റോറി എന്ന് പറയുമ്പോഴെല്ലാം സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാകുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? പാസ്റ്റ് ടെൻസിൽ എഴുതണം കേട്ടോ. അതായത് ഇപ്പൊ ക്രോ ഫൗണ്ട് കിട്ടി, ഫ്ലൂ പറന്നു, സാറ്റ് ഇരുന്നു. ഇതെല്ലാം പാസ്റ്റ് ടെൻസിലല്ല. അപ്പൊ കഴിഞ്ഞു പോയ പാസ്റ്റ് ടെൻസ്, കഴിഞ്ഞു പോയ രീതിയിൽ വേണം നിങ്ങൾ സ്റ്റോറി എഴുതാൻ കേട്ടോ. ടെൻസ് എപ്പോഴും ശ്രദ്ധിക്കുക, പാസ്റ്റ് ടെൻസിൽ എഴുതാൻ നോക്കുക. അത്രേ ഉള്ളൂ സ്റ്റോറിയുടെ കാര്യം. ടയേർഡായോ മിസ്സേ? കഴിഞ്ഞോ മിസ് എന്ന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞോ മിസ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ പൊളിച്ച് മക്കളെ, പൊളിച്ചത് ലാസ്റ്റത്തെ സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. പിക്ചർ ഡിസ്ക്രിപ്ഷൻ. ഒന്നില്ലെങ്കിൽ പിക്ചർ വെച്ചിട്ടുള്ള സ്റ്റോറി എഴുതാൻ പറയും, അല്ലെങ്കിൽ ഒരു പിക്ചർ മാത്രം തരും കേട്ടോ. ഒരു പിക്ചർ തരും. നോക്കിക്കോളൂ, പിക്ചർ നോക്കിയേ. എവിടെയോ കണ്ട് പരിചയമുള്ള മിസ്സേ ടെക്സ്റ്റിലെ പിക്ചർ. അതേ ടെക്സ്റ്റിലെ പിക്ചർ ആണ്. അതേപോലെ ഏത് പിക്ചർ വേണമെങ്കിലും തരാം. ഇവിടെ നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കില്ലാണ് നോക്കുന്നത്. നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് അവിടെ നോക്കുന്നത് കേട്ടോ. നോക്കിക്കോ, നോക്കിക്കോ. എല്ലാവരും ആ പിക്ചർ ഒന്ന് ഒബ്സർവ് ചെയ്തേ. എന്തൊക്കെ കാണാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഒന്ന് വേഗം കമന്റ് ചെയ്തേടാ. കമന്റ് ചെയ്തോ. യെസ്, വേഗം ചെയ്തോളൂ, വേഗം ചെയ്തോളൂ. യെസ്, യെസ്. സ്കൂളിന്റെ പേര് കാണാം, പ്രിൻസിപ്പലിനെ കാണാം, ചെസ്റ്ററിനെയും അമ്മയെയും കാണാം, ടീച്ചറിനെ കാണാം, വേറെ ടീച്ചേഴ്സിനെ കാണാം, കാലണ്ടർ കാണാം, ക്ലോക്ക് കാണാം, വേസ്റ്റ് ബാസ്ക്കറ്റ് കാണാം, കാർപ്പറ്റ് കാണാം. ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇത് ക്ലാസ് റൂം ആണോ ഓഫീസ് റൂം ആണോ? ഏതാ ഇത്? വേഗം പറഞ്ഞോ. യെസ് മിസ്സേ, ഇത് ഓഫീസ് റൂം ആണ്. ഇത് പ്രിൻസിപ്പൾ ഹെഡ് മാസ്റ്റർ ഒക്കെ ഇരിക്കുന്നുണ്ടല്ലേ, ഇത് ഓഫീസ് റൂം ആണ്. കറക്റ്റ് ആണ്. സോ ഒരു പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് മിസ് എഴുതിയാക്കണത് കാണിച്ചു തരാം കേട്ടോ. പിക്ചർ ഡിസ്ക്രിപ്ഷൻ, ദിസ് ഈസ് ദ ഓഫീസ് റൂം എന്ന് മിസ് എഴുതി. അതിന് പകരം നിങ്ങൾക്ക് ഏത് പിക്ചർ ആണെങ്കിലും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ദിസ് ഈസ് ദ പിക്ചർ. എന്നിട്ട് എന്താണോ കാണുന്നത് അത് എഴുതാം. ഓഫ്, ദിസ് ഈസ് ദ പിക്ചർ ഓഫ്. ഇതൊരു ഓഫീസ് റൂം ആയതുകൊണ്ട് മിസ് എഴുതി ഓഫ് ആൻ ഓഫീസ് റൂം. ദിസ് ഈസ് ദ പിക്ചർ ഓഫ് ആൻ ഓഫീസ് റൂം. ഓഫീസ് റൂം എന്ന് എഴുതാം കേട്ടോ. സോ ഏത് പിക്ചർ തുടങ്ങുമ്പോഴും സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം കേട്ടോ. ഓക്കെ ആണ്. ഇനി നമുക്ക് വായിക്കാം. ദ നെയിം ഓഫ് ദ സ്കൂൾ ഈസ് ABC. അപ്പൊ നിങ്ങളായിരിക്കും മിസ് എവിടെ നിന്ന് കിട്ടിയ സ്കൂളിന്റെ പേര്? ദേ ഇരിക്കുന്നു. കണ്ട കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് എഴുതാം കേട്ടോ. യെസ്, ദ നെയിം ഓഫ് ദ സ്കൂൾ ഈസ് ABC. ഓക്കെ, ദ ഹെഡ് മാസ്റ്റർ ഈസ് വെൽക്കമിങ്. അപ്പൊ നിങ്ങളുടെ സ്കൂളിന്റെ പേരെന്താ? എന്താ മക്കളെ നിങ്ങളുടെ സ്കൂളിന്റെ പേര്? മിസ് ഒന്ന് അറിയട്ടെ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേടാ. എന്താ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ പേര്? മിസ്സിന്റെ അടുത്തുള്ള സ്കൂളാണോ നോക്കട്ടെ. യെസ്, അടുത്തുള്ള സ്കൂൾസ് ഒക്കെ ഉണ്ടല്ലോ. അടുത്തുള്ള സ്കൂൾസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഓക്കെ,
ഓക്കെ, അടിപൊളി അടിപൊളി. അടുത്തുള്ള സ്കൂൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ നോക്കിക്കോട്ടോ. ഇനി എന്താണ്? അപ്പൊ ABC സ്കൂൾ എന്നാണ്. ഇനി അപ്പൊ നമ്മൾ സ്കൂളിന്റെ പേര് പറഞ്ഞു. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് റൗണ്ട് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തോ. അടുത്തത് നമ്മൾ പറയാണ്, the headmaster is welcoming Chester Raccoon and his mother. അപ്പൊ ഹെഡ് മാസ്റ്റർ എന്താ ചെയ്യുന്നത്? ഇവരെ രണ്ടുപേരെയും വെൽക്കം ചെയ്യാണെന്ന് നമ്മൾ പറഞ്ഞു. A teacher is standing near the headmaster. ദേ വരുന്നു ടീച്ചർ. ടീച്ചറിനെ കുറിച്ചും പറഞ്ഞു. ഓക്കെ, ടീച്ചറിനെ കുറിച്ച് പറഞ്ഞു. Some teachers are sitting in the room. ശരിയാണല്ലോ, ദേ വേറെ ടീച്ചേഴ്സ് നിൽക്കുന്നു, അവരെ കുറിച്ച് പറഞ്ഞു. Some teachers, എത്ര എന്ന് പറയുന്നില്ല, some teachers. ഓക്കെ ആണേ. There is a fan in the room. Very good. എടാ മക്കളെ, ഒരു കാര്യം ഓർത്തോ. അപ്പൊ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? There is a എന്ന് പറഞ്ഞിട്ട് കാര്യം പറയാം കേട്ടോ. Fan in the room അല്ലെങ്കിൽ there are. ഇനി ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ there are fan and clock in the room. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ, ഈ ലൈൻ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. A clock and calendar can also be seen. ഒരു ക്ലോക്കും കാണാം, ഒരു കാലണ്ടറും കാണാം എന്ന് പറയാം കേട്ടോ. ക്ലോക്കും കാണാം, കാലണ്ടറും കാണാം. There is a beautiful carpet on the floor. Yes, അപ്പൊ അതും പറഞ്ഞു നമ്മള്. പിന്നെ Chester and his mother are waiting to take the admission. ചെസ്റ്ററും അമ്മ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചോദിക്കും, മിസ്സേ വേസ്റ്റ് ബാസ്ക്കറ്റ് പറഞ്ഞില്ല, മിസ്സേ ദേ ഇവിടെ കപ്പിരിക്കുന്നു, കപ്പിന്റെ. നിങ്ങൾക്ക് അതൊക്കെ ചേർക്കാട്ടോ. മിനിമം ഒരു 5 സെന്റൻസ് എങ്കിലും, അല്ലെങ്കിൽ കാണുന്ന ഒരു മിനിമം ഒരു 5 or 6 സെന്റൻസ് എങ്കിലും മക്കൾ എഴുതണം കേട്ടോ. ഓക്കെ ആണ്, എന്നാലും മാർക്ക് കിട്ടുള്ളൂ. 1, 2 എഴുതി വെക്കരുത്, കുറച്ച് സെന്റൻസുകൾ എഴുതണം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. യെസ്, അപ്പൊ അങ്ങനെ ഏകദേശം നമ്മൾ അടിപൊളിയായിട്ട് എന്ത് കംപ്ലീറ്റ് ചെയ്തു മക്കളെ? എന്ത് കംപ്ലീറ്റ് ചെയ്തു? എക്സാമിന് വരാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഇത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 100% കോൺഫിഡൻസ് ഉള്ളവർ മിസ്സിനെ ഒന്ന് 100 എന്ന് എഴുതി ഇങ്ങോട്ട് അയച്ചേ. 100% കോൺഫിഡൻസോട് കൂടി ഞങ്ങൾ ഇരിക്കുകയാണ് മിസ്സേ, ഞങ്ങൾ ഫുൾ മാർക്ക് വാങ്ങിക്കും. യെസ്, 100 എന്ന് എഴുതി വേഗം അയച്ചോ ചാറ്റ് ബോക്സിൽ. ന്യൂട്ടൺസ് മക്കൾസ് 100% കോൺഫിഡൻസ് ഉണ്ടോ? യെസ്. ആദ്യം റീഡിംഗ് സെക്ഷൻ ഉണ്ടാവും, അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻ വായിക്കും, പാസേജ് ഓർ പോം വായിക്കും, ആൻസർ ചെയ്യും. ഗ്രാമർ സെക്ഷൻ ഉണ്ടാവും, എഡിറ്റ് ചെയ്യും മിസ്സേ ഞങ്ങൾ, പസിൽ ചെയ്യും മിസ്സേ ഞങ്ങൾ. യെസ്. പിന്നെ ഡിസ്കോഴ്സസ് എഴുതാനുള്ള സെക്ഷൻ, തോട്ട് എഴുതണം, കോൺവെർസേഷൻ എഴുതാനുണ്ട്, പിന്നെ എന്തൊക്കെ എഴുതാനുണ്ട്? കോൺവെർസേഷൻ എഴുതാനുണ്ട്, പിക്ചർ സ്റ്റോറി എഴുതാനുണ്ട്, പിക്ചർ ഡിസ്ക്രിപ്ഷൻ എഴുതാനുണ്ട്. യെസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നോക്കണം? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് യെസ്, വെരി ഗുഡ്. ലിറ്റിൽ ബ്ലൂ എഞ്ചിന്റെ ചാപ്റ്റർ നോക്കണം, ചെസ്റ്ററിന്റെ ചാപ്റ്റർ, കിസ്സിംഗ് ഹാൻഡ് എന്നുള്ള ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം കേട്ടോ. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇന്ന് വായിക്കണം, കേട്ടല്ലോ. മിനിമം 1 ടൈം വായിച്ചിട്ടേ ഇന്ന് ഉറങ്ങാവൂ കേട്ടോ. സെറ്റ് ആണല്ലോ. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതാം. മിസ്സുണ്ട് കൂടെ. നാളെ രാവിലെ ഇങ്ങനെ പാം ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. മിസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, മിസ്സുണ്ട്. അടിപൊളിയായിട്ട് എക്സാം എഴുതാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ടാറ്റ.